എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നു. സത്യത്തിൽ നമ്മളിൽ പലരുടെയും പ്രായത്തിൻ്റെ അനുഭവം സിനിമയിലുള്ള ഒരാളോടാണ് സംസാരിക്കാൻ പോകുന്നത്. സിബി സാറിനെ ഞാൻ കുറേ കാലങ്ങളായി നമ്മൾ ഈ ജോലിയുടെ ഭാഗമായിട്ട് സിനിമാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഫോണിലൂടെ അല്ലാതെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും എന്താണ് സത്യത്തിൽ ചോദിക്കുക, ഇത്രയും അനുഭവങ്ങൾ, ഇത്രയേറെ കഥാപാത്രങ്ങളിലൂടെ നമ്മളോട് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ എന്താ പറയുക കുത്തി 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 ഇറക്കി കഥാപാത്രങ്ങളോട് കഥ പറഞ്ഞ ആളോട് ചോദിക്കാമെന്നറിയില്ല. എങ്കിലും 80s 90s കിഡ്സിന് ഒരുപക്ഷെ കുറച്ച് അഭിമാനത്തോടെ ആ തലമുറ എപ്പോഴും പറയുന്നത് അത്ര ഇൻറ്റൻസായ ജീവിതാനുഭവങ്ങൾ ഉള്ള ആളുകളാണ്. അന്ന് ആ കാലത്ത് ജനിച്ചവരും അല്ലെങ്കിൽ ആ കാലത്ത് ചെറുപ്പകാലം ജീവിച്ചവരും. അപ്പം അന്നത്തെ ഒരു കാലത്തിൻ്റെ ഒരു വലിയ എന്താ പറയുക അതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ ഗുണം സിബി സാറിനെ പോലെ നമ്മളെ ഇപ്പോഴും ശ്രീനിവാസൻ അദ്ദേഹം നമ്മളെ വിട്ടുപോയി വേദനിപ്പിക്കുന്ന ഓർമ്മയാണ്. അവരൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇവരോടൊക്കെ എനിക്ക് ആദ്യമേ നന്ദി പറയാനാണ് തോന്നുന്നത്. കാരണം നമ്മുടെ ജീവിതത്തെ ഇത്ര മനോഹരമാക്കിയതിന് നമുക്കിങ്ങനെ മനസ്സ് തുറന്ന് കരയാനും ചിരിക്കാനും ഒക്കെ ഇത്ര അനുഭവങ്ങൾ തന്നതിന് ആദ്യമേ സാറിനോട് ഞാൻ നന്ദി പറയാണ്. ലിസ്റ്റ് നോക്കുമ്പോൾ ഇത് എന്താ ചെയ്യുക, എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇതൊക്കെ സാധിക്കുക, ഒരു കലാകാരന് ഇത് സാധിക്കുക എന്നുള്ള അത്ഭുതമാണ്. എങ്കിലും സാറെന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു കംഫർട്ട് സോണിൽ നിന്ന് സിനിമ പഠിച്ചു വന്ന ആളാണ്, അല്ലാതെ വലിയ അല്ലാത്ത അനുഭവങ്ങൾ അങ്ങനെ ഇതിനു വേണ്ടി അലയൽ അനുഭവങ്ങളില്ല. പക്ഷെ ആ കംഫർട്ട് സോണിൽ നിൽക്കുമ്പോഴും അന്നത്തെ ജീവിതം, ചുറ്റുപാടുമുള്ള ജീവിതം ഒട്ടും കംഫർട്ടല്ലാത്ത ആളുകളായിരുന്നു എന്നറിയാലേ ഇന്നത്തെ കാലത്തെ അപേക്ഷിച്ച്. അങ്ങനെയാണോ സാറിനെ ഇങ്ങനെ കഥ പറയാൻ പരുവപ്പെടുത്തിയ ഒരു സിനിമാകാരനാക്കി മാറ്റിയത്? എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ ഒരു സെഷനിലേക്ക് വിളിച്ചതിന് മാതൃഭൂമിയോടും അതിൻ്റെ സംഘാടകരോടുള്ള സ്നേഹവും നന്ദി അറിയിക്കട്ടെ. ഡിബീഷ് ചോദിച്ചതുപോലെ ജീവിതാനുഭവങ്ങൾ ആണ് നമ്മുടെ ഏറ്റവും വലിയ പിൻബലമായിട്ടുണ്ടായിരുന്നത്. സിനിമ ചെയ്യുമ്പോൾ നമ്മളെ ഈ പറയുന്ന വൈകാരികമായ അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ചു വന്ന ഒരു കാലഘട്ടമുണ്ട്. പ്രത്യേകിച്ചും വളരെ ഇൻറ്റൻസായിട്ടുള്ള ഒരു കുടുംബ ബന്ധങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ ആ തലമുറ മുഴുവൻ അങ്ങനെ തന്നെ ആയിരിക്കാം. കുടുംബ ബന്ധങ്ങൾ വളരെ ദൃഢതരമായ ഒരു കാലഘട്ടമായിരുന്നു അത്. ഇന്ന് ഒരുപക്ഷെ അതിൻ്റെ ആ രീതികൾക്ക് മാറ്റമുണ്ടായിട്ടുണ്ടാവാം. ആ ഒരു ഒരു കൂട്ടുകുടുംബ അവസ്ഥകളിൽ നിന്നും നമ്മളൊരു സ്കാറ്റേഡായിട്ടുള്ള ഒരു അണുകുടുംബ ജീവിതാവസ്ഥയിലേക്ക് പുതിയ തലമുറ എത്തുന്നത് കൊണ്ട് നമ്മൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളും അനുഭവങ്ങളല്ല അവർക്ക് ഉണ്ടാകുന്നത് ഇപ്പോൾ. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ്. ഒരുപക്ഷെ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ജീവിച്ചു വന്നതുകൊണ്ട്, അങ്ങനെയൊരു ജീവിത കുടുംബ പശ്ചാത്തലത്തിൽ ജീവിച്ചു വന്നതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ സിനിമകളൊക്കെ എല്ലാവരും പറയാറുള്ളതുപോലെ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന സിനിമകളാക്കി മാറ്റുവാനുള്ള ഒരു കഴിവ് എന്നിൽ എനിക്കുണ്ടായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറ് തന്നെ പറഞ്ഞ ഈ ചിത്രീകരണം നടക്കുമ്പോൾ ഇപ്പോൾ പല സിനിമകളാണ്, നമുക്ക് ഓരോ സിനിമയിലേക്ക് വരാമെങ്കിലും ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് നടിമാരോ ഒക്കെ അതിൻ്റെ ഒരു എക്സ്ട്രീമിലേക്ക് പോകുമ്പോഴും സാറ് കരയാതെ പിടിച്ചു നിൽക്കുമായിരുന്നു. കാരണം ഒരു ഡയറക്ടർ അതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് നിയന്ത്രണമാണല്ലോ. പക്ഷേ കൂടെ നിൽക്കുന്നവരൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഇമോഷണലോടുകൂടി അതിൽ മുഴുകി പോകുമ്പോഴും ഡയറക്ടർക്ക് അങ്ങനെ വേണം. എങ്കിലും അതിന് ഇപ്പോൾ കിരീടം തന്നെ പറഞ്ഞതല്ലോ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഈ കിരീടം കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കാണാൻ പറ്റില്ല, പക്ഷേ കാണാതിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കാണാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് എങ്ങനെയാണ് മോഹൻലാലിനെ അങ്ങനെ രൂപപ്പെടുത്തിയത്, അതിലെ ഓരോ കഥാപാത്രം, തിലകനടക്കമുള്ള കഥാപാത്രങ്ങൾ അങ്ങനെ രൂപപ്പെടുത്തി. അപ്പോൾ ആ നിമിഷങ്ങളൊക്കെ സാർ അനുഭവിച്ചൊരു എന്തായാലും ഒരു പെയിൻ ഉണ്ടാവില്ല. ഒരു ഡയറക്ടർക്ക്, എഴുതിയ ആൾക്കൊക്കെ ഒരു പെയിൻ ഉണ്ടാവും, നടനും ഒക്കെ ഉണ്ടാവും. ആ പെയിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? സാറ് മാറി നിൽക്കുകയാണെങ്കിൽ പോലും അത് ഉള്ളിലിങ്ങനെ സ്പർശിക്കില്ല. ഇത് എവിടെ നിന്നാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം? നമ്മൾ എത്ര ജെന്യുവനായിട്ടൊരു വികാരം നമ്മൾ പറഞ്ഞാലും അടുത്ത നിമിഷം അത് നമ്മൾ പറഞ്ഞതോ അല്ലെങ്കിൽ അഭിനയിച്ചതോ കൊള്ളാമോ എന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു നന്മ നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ എനിക്കുണ്ട്. ഇപ്പം നമ്മൾ ഈ വാർത്ത വായിക്കുമ്പോൾ ചില വൈകാരികമായ അനുഭവം ചിലപ്പോൾ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകും, അത് നമ്മൾ പറയും. പക്ഷേ അടുത്ത ഘട്ടത്തിൽ അതിൻ്റെ ഓഡിയോ കേൾക്കുമ്പോൾ അത് ആ സ്റ്റോറിക്ക് പറ്റുന്ന നിലയിൽ നമ്മുടെ ഓഡിയോ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ നമ്മൾ അവിടെ എവിടെയോ നമ്മുടെ ഒരു പ്രശ്നം വന്നു പോകും. അപ്പോൾ അങ്ങനെ ഒരു സാറിനുണ്ടോ ആ ഇമോഷൻ നിൽക്കുമ്പോൾ അതിൻ്റെ ഇത് ആളുകളിലേക്ക് എത്തണം എന്ന് തോന്നുമ്പോൾ തമ്മിലൊരു ലെയർ വ്യത്യാസമുണ്ടോ? അതോ പൂർണ്ണമായിട്ട് അതിലേക്ക് മുഴുകോ, അതോ ആളുകളിലേക്ക് ഇത് കൂടുതലായി എത്തണം എന്നുള്ള ചിന്തയിൽ തന്നെ ഉറച്ചു നിൽക്കും? ഇത് നമ്മൾ ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത്
ഇത് എഴുതുമ്പോൾ തൊട്ട് നമ്മൾ അത് ആ ഇമോഷൻസിനൊക്കെ അതിലൂടെയൊക്കെ നമ്മളും കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആവർത്തിച്ചത് വായിക്കുകയും അത് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഒരു ചിത്രീകരണ ഘട്ടത്തിലേക്ക് എത്തുന്നത്. ചിത്രീകരണ ഘട്ടത്തിൽ ഞാൻ പൂർണ്ണമായിട്ടും അതിനോട് ഡിറ്റാച്ച് ആയി നിന്നുകൊണ്ട് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. കാരണം നമ്മൾ ഇമോഷണലി ക്യാരിഡ് അവേ ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപക്ഷെ അതിൻ്റെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ വൈകാരികമായ ഒരു തലത്തിൽ നിൽക്കാതെ ഞാൻ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് അതിനെ അപ്രോച്ച് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. ഈ ചോദ്യം നിരന്തരമായിട്ട് കേൾക്കുന്നൊരു ചോദ്യമാണ്. നമ്മൾ വൈകാരികമായിട്ട് നമ്മളത് ഷൂട്ട് ചെയ്യുമ്പോൾ അതിൽ പെട്ടുപോകാറുണ്ടോ എന്നുള്ള ചോദ്യം സാധാരണ എനിക്ക് എൻ്റെ മുമ്പിലേക്ക് എത്താറുള്ളതാണ്. ചില സന്ദർഭങ്ങളിൽ ഒരുപക്ഷെ അങ്ങനെ കൈവിട്ടു പോയ അല്ലെങ്കിൽ നമ്മളും ആ വൈകാരികമായി ചിലപ്പോൾ നമ്മളും ആ ഒരു സാഹചര്യത്തിലേക്ക് പെട്ടുപോകുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. വളരെ അപൂർവമായി. പ്രത്യേകിച്ചും അത് സംഭവിക്കുന്നത് ഒരു ആക്ടറുടെ പെർഫോമൻസിൻ്റെ ക്യാമറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു ആക്ടർ പെർഫോം ചെയ്തെന്ന് കാണുമ്പോഴായിരിക്കാം. ഒരുപക്ഷെ ആ വൈകാരികമായ സിറ്റുവേഷനും അപ്പുറത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തേക്ക് ഒരു ആക്ടർ ഡെലിവറി ചെയ്യുന്നത് കാണുമ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തോളം ഇമോഷണലായിട്ടുള്ളൊരു ട്രാൻസിഷൻ അവിടെ സംഭവിക്കുമ്പോൾ നമ്മൾ അത് കണ്ടിട്ട് ഞാൻ പലപ്പോഴും ഇമോഷണലി ആ ഒരു സാഹചര്യത്തിൽ പെട്ടിട്ട് ഒരു പക്ഷേ ആ ഷോട്ട് എവിടെ കട്ട് ചെയ്യണമെന്നറിയാതെ നിന്നുപോയ സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു ഉദാഹരണം ഭരതം എന്ന ഈ സിനിമയിൽ ഈ രാമനാഥൻ എന്ന് പറയുന്ന ജ്യേഷ്ഠ കഥാപാത്രം മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി, ഒരു അൺഐഡൻറ്റിഫൈഡ് ബോഡി പോലീസ് സ്റ്റേഷനിൽ കിട്ടിയെന്നുള്ളൊരു ഇൻഫർമേഷൻ വന്നിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്ന ഒരു രംഗമുണ്ടല്ലോ. എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അത് ഷൂട്ട് ചെയ്യുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ അവിടെ പോലീസ് ഓഫീസർ വന്നിട്ട് ഇയാളുടെ മരിച്ച ആളുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ ബിലോങ്ങിങ്സ് ഒക്കെ എടുക്കാനായിട്ട് പോകുന്നൊരു ഘട്ടമുണ്ട്. അപ്പോൾ അതിൻ്റെ ആ പോലീസുകാരൻ പോയി കഴിഞ്ഞ ശേഷമുള്ള അയാൾ പോയി തിരിച്ചു വരുന്നൊരു സമയമുണ്ട്. ആ സമയം മോഹൻലാലിൻ്റെ ഒരു ക്ലോസപ്പ് ഷോട്ടിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ലാലിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഈ പോലീസുകാരൻ പോയിട്ട് എടുത്തുകൊണ്ട് വരുന്ന ആ ഘട്ടം, ആ സമയങ്ങളിൽ ഇയാളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നത് അത് ജ്യേഷ്ഠൻ്റെതായിരിക്കരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്, ആയിരിക്കുമോ എന്നുള്ളൊരു ഭയമാണ്. ഈ രണ്ട് സമ്മിശ്രമായ ഒരു വൈകാരിക അവസ്ഥയിലൂടെയാണ് ഇയാൾ കടന്നു പോകുന്നതെന്ന് മാത്രമാണ് ഞാൻ ലാലിന് കൊടുത്തൊരു ഇൻസ്ട്രക്ഷൻ. പക്ഷെ അത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരു ആക്ടറുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഒരു എതിരിൽ ഒരാളുമില്ലാതെ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ ഒരു ക്ലോസപ്പ് ഷോട്ടിലിരുന്നു കൊണ്ട് ഒരു റിയാക്ട് ചെയ്യാൻ ഒരാൾ എതിർപക്ഷത്തില്ലാതെ നിന്നുകൊണ്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അത് പലപ്പോഴും വളരെ അനായാസമായിട്ട് ലാലിനെ പോലെയുള്ള ആക്ടേഴ്സ്, മമ്മൂട്ടിയിൽ അവരൊക്കെ ചെയ്തു പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ് തൊട്ടടുത്ത് നിന്ന്. പക്ഷേ ഈ ഒരു ഷോട്ടിൽ ലാലത് എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനും എത്രയോ ഉയരങ്ങളിലേക്ക് അദ്ദേഹം പോയി അത് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെയാണോ കട്ട് ചെയ്യേണ്ടത്, ഇയാൾ ആ ഒരു പെർഫോമൻസ് അയാൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു, അയാളുടെ ഇമോഷൻ കംപ്ലീറ്റഡ് ആയോ എന്ന് പറയുന്നൊരു കൺഫ്യൂഷനിൽ എനിക്ക് കട്ട് ചെയ്യണോ വേണ്ടയോ, ഞാനും ഇമോഷണലി എൻ്റെ കണ്ണെന്ന് അറിഞ്ഞ് ഞാൻ എന്നെ തന്നെ മറന്നിരുന്നു പോയ ഒരു സന്ദർഭമാണ്. അങ്ങനെ പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അഭിനേതാക്കളുടെ പെർഫോമൻസ് കൊണ്ട് ഞാൻ സ്തംഭിച്ചിരുന്നു പോയ അനവധിയായ അവസരങ്ങളുണ്ട്. അന്നത്തെ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകൾ ഒരു വർഷം തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകളെ സ്പർശിച്ച സിനിമ. ഇപ്പോൾ ദശരഥവും കിരീടവും അല്ലെങ്കിൽ സതയം, കമലദളം, ഇങ്ങനെയുള്ള സിനിമകളെല്ലാം എല്ലാ സിനിമകളും തന്നെ ഒരു വർഷം. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു സിനിമ പലരും എടുക്കുന്നത് എത്രയോ നാളത്തെ എഴുത്ത്, അതിന് വീണ്ടും വീണ്ടും തിരുത്തലുകൾ, ഇതൊക്കെയാണ്. പക്ഷേ അങ്ങയുടെയൊക്കെ കാലത്തെ ആളുകൾ സെറ്റിലിരുന്ന് അടുത്ത സീൻ നടക്കുന്നതിന് മുമ്പ് എഴുതി വരെ കൊടുത്ത് അഭിനയിക്കണം നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അത്രയും, നിങ്ങളൊക്കെ അന്നത്തെ നിങ്ങളുടെ ഒരു 30കളിലോ അല്ലേ അല്ലെങ്കിൽ 40നോട് അടുക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ ഈ പ്രതിഭാധനരായ എല്ലാവരും ഇത്രയും വലിയ മഹത്തായ സൃഷ്ടികൾ നമ്മുടെ മുമ്പിലേക്ക് തന്നത്. അപ്പോൾ അന്നത്തെ ഒരു ഇന്നത്തെ പോലെ വേഗമില്ല, ഇന്നത്തെ പോലെ തിയേറ്റർ ഇത്ര റിലീസ്, ഇത്ര അങ്ങനെ ഒരു വൈഡ് റിലീസൊന്നും ചിന്തയില്ല. കിട്ടുന്ന A ക്ലാസ് തിയേറ്ററുകളിലേക്ക് എത്തിക്കുക എന്നൊക്കെയുള്ളൊരു ചിന്തയിലല്ലേ. പരമാവധി ബിസിനസ്സൊക്കെ വളരെ കുറവാണ്. പക്ഷേ
കലയോടുള്ള പൂർണ്ണമായ അർപ്പണമില്ലാതെ അത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും സൃഷ്ടി വരില്ല. അതെങ്ങനെയാണ് നിങ്ങൾ ആ സൗഹൃദ വലയങ്ങൾ, ഇപ്പോൾ ലോഹി സാർ അടക്കമുള്ള ആ സൗഹൃദ വലയങ്ങളിലൂടെ നിങ്ങൾ തമ്മിലൂടെ നടന്ന ഒരു ചർച്ച, നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്, അല്ലെങ്കിൽ ലോഹി സാറിൻ്റെ ഒരു അങ്ങയുടെ ജീവിതത്തിലുണ്ടാക്കിയ ഒരു സ്പർശം, അത് പ്രത്യേകിച്ച് എങ്ങനെയാണ്? എൻ്റെ ഏറ്റവും വലിയ ബലം, ഒരു ഫിലിം മേക്കർ എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് എൻ്റെ എഴുത്തുകാർ തന്നെയാണ്. ഒരു മികച്ച എഴുത്ത്, ഒരു തിരക്കഥ എന്നിലേക്ക് എത്തുമ്പോഴാണ് അതിൽ ഏറ്റവും നന്നായിട്ട് അതിനെ അതിനൊരു ദൃശ്യഭാഷ്യം കൊടുക്കാനുള്ള ഒരു അവസരം എന്നിലേക്ക് എത്തുന്നത്. അത് ഏറ്റവും പരമാവധി നന്നായിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ എപ്പോഴും എന്നെക്കാൾ മുകളിൽ കാണുന്നത് എൻ്റെ എഴുത്തുകാരെ തന്നെയാണ്. അവരാണ് ആദ്യം കഥ കാണുന്നത്, ആ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നത്. അവർ എന്നിലേക്ക് പകർന്നു തരുന്നതിനെ ഒട്ടും ചോർന്നു പോകാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യം മാത്രം ആണ് എൻ്റെയിലുള്ളത്. അത് പരമാവധി നന്നായി ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും അത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്, അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ ഭാഗ്യമാണ്. ഈ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നത് ഈ 89, 90, 91 ആ ഒരു കാലഘട്ടങ്ങൾ, ഈ പറയുന്ന പോലെ ഒരു വർഷം 3 4 സിനിമകൾ ചെയ്യേണ്ട ഒരു സമ്മർദ്ദത്തിൻ്റെ അവസ്ഥകളുണ്ട്. നമ്മൾ ഒരു ഘട്ടത്തിൽ നമ്മൾ കൂടുതൽ സ്വീകാര്യനാകുന്ന, നമ്മൾ കൂടുതൽ നമ്മളുടെ കയ്യിൽ നിന്നും സിനിമകൾ കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള പ്രഷർ ഉണ്ടാകുന്നത്. പലപ്പോഴും ഇഷ്ടപ്പെട്ടും ഇഷ്ടപ്പെടാതെയും സിനിമകൾ ചെയ്യേണ്ട അവസ്ഥകളുമുണ്ട്. ഈ ഒരു സമ്മർദ്ദത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോഴും അതിനെ ഏറ്റവും നന്നായിട്ട് ചെയ്യുവാനുള്ളൊരു ഒരു ശ്രമം, ഒരു കമ്മിറ്റ്മെൻറ്റ് അന്ന് നമുക്ക് അത് സാധ്യമായി എന്നുള്ളതും നമുക്കറിയത്തില്ല. ഇതെങ്ങനെയാണ് അന്ന് അത്രയും ഒരു സമ്മർദ്ദങ്ങളെ അതിജീവിച്ചതെന്ന്. ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഈ ഭരതം എന്ന സിനിമയുടെ കഥ ഷൂട്ടിങ്ങിൻ്റെ അന്ന് രാവിലെയാണ് അത് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അത് മുൻപ് വന്ന ഒരു സിനിമയുമായിട്ട് വളരെ സാമ്യമുള്ളൊരു കഥയാണെന്നുള്ളത് ഞാനും ലോഹിതദാസും തിരിച്ചറിയുന്നത് ആ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്ന ദിവസമാണ്. 4 മണിക്കൂർ കൊണ്ട് ഒരു പുതിയ കഥ കണ്ടെത്തി 3 ദിവസം കഴിഞ്ഞപ്പോൾ അത് ഷൂട്ട് ചെയ്ത് 60-ാം ദിവസം അത് തിയേറ്ററുകളിൽ എത്തിച്ച് ചെയ്തു എന്ന് പറയുന്നത് അന്ന് അത്ര വലിയ സംഭവമായിട്ട് തോന്നിയില്ല. ബട്ട് ഇന്ന് ഞാനത് മാറി നോക്കുമ്പോൾ എങ്ങനെയാണത് സാധ്യമായത്? ആ സിനിമയിൽ ഏതാണ്ട് 5ഓളം പാട്ടുകളുണ്ട്. അതെല്ലാം ക്ലാസിക്കൽ സ്വഭാവമുള്ള പാട്ടുകളാണ്, വളരെ ദൈർഘ്യമേറിയ പാട്ടുകളാണ്, വളരെ ഇമോഷണൽ കണ്ടൻറ്റുള്ള പാട്ടുകളാണ്. അതിലെ ഓരോ രംഗങ്ങളും വളരെ ഇമോഷണലായിട്ടുള്ള ഒരു കണ്ടൻറ്റുള്ള രംഗങ്ങളാണ്. പക്ഷേ ഇതൊക്കെ എഴുതി കയ്യിൽ കിട്ടുമ്പോൾ മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സീനിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. എൻ്റെ കയ്യിൽ കിട്ടിയ സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് ഓൾമോസ്റ്റ് ഓർഡറിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഒരു ദിവസം സംഭവിച്ചത്, എൻ്റെ കയ്യിലുള്ള രംഗങ്ങൾ എഴുതി കിട്ടിയ സീനുകൾ മുഴുവൻ കഴിഞ്ഞു. ഇനിയും ഉണ്ട് 2-3 സീനുകൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അത് മറ്റൊരു ലൊക്കേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വേണം. പ്രധാനപ്പെട്ട വീട്ടിൽ ആണ് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ അസിസ്റ്റൻസ് പറയും, സാറേ ഉച്ച കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോകണം. ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണയായിട്ട് ഒരു 2-3 മണിക്കൂർ എടുക്കും. ഒരു സ്ഥലത്ത് നിന്ന് ഇവിടുന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് മറ്റേ സ്ഥലത്ത് കൊണ്ട് അത് ഇറക്കി എല്ലാവരും അവിടെ യാത്ര ചെയ്തെത്തി പിന്നെ അവിടേക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു ഡേ സീൻ എടുക്കാനുള്ള സമയം ഉണ്ടാകത്തില്ല ഉച്ചയ്ക്ക് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്താൽ. ഈ വീട്ടിലാണെങ്കിൽ ഉച്ചവരെ ഷൂട്ട് ചെയ്യാനുള്ളൊരു കണ്ടൻറ്റേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പം ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റിനെ വിളിച്ച് നേരെ റൂമിലേക്ക് പോവുക, ലോഹിതദാസിനടുത്ത് പറയുക, നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനുണ്ട്, ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾക്ക് സീനുകൾ ഉണ്ടാവുമോ എന്ന് ചോദിക്കാൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം വേണ്ട 23-ാമത്തെ സീൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഇനി അവിടെ വരുന്നൊരു സീൻ എന്ന് പറയുന്നത് 31-ാമത്തെ സീനാണ്. അതിൻ്റെ ഇടയിലൊരു 8 സീനുകൾ അദ്ദേഹം മാറ്റി വെച്ചിട്ട് എഴുതിയിട്ടില്ല. അതിൻ്റെ ഒരു ഓർഡർ മാത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. എന്നിട്ട് 31-ാമത്തെ സീൻ എഴുതി കൊണ്ടുവരുന്നു. അപ്പോഴത്തേക്ക് ബ്രേക്കായി, ഉച്ചഭക്ഷണത്തിനുള്ള ബ്രേക്കായി. അത് കഴിഞ്ഞാൽ എനിക്ക് പുതിയ വന്ന സീൻ ഷൂട്ട് ചെയ്യണം. വന്ന സീൻ ലോഹിതദാസിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ പെട്ടെന്ന് എഴുതിയതുകൊണ്ട് ആർക്കും അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റുകൾ കോപ്പി എടുക്കുന്ന എൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്. അദ്ദേഹം മാത്രമേ അത് കൃത്യമായിട്ട് വായിച്ച് എഴുതിയെടുക്കാൻ പറ്റുള്ളൂ. ബ്രേക്ക് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഇയാൾ ഈ കോസ്റ്റ്യൂമറുടെ വലിയ പെട്ടിയുണ്ട്,
തുണികൾ വെക്കുന്നത്. അതിൻ്റെ മുകളിൽ കമന്ന് കിടന്നിട്ട് അയാൾ ഇത് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് ബ്രേക്ക് കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഒരു ഷീറ്റിങ് തരാൻ പറഞ്ഞു. ഫസ്റ്റ് ഷീറ്റ് എഴുതി കഴിഞ്ഞപ്പോൾ ഞാനത് മേടിച്ചു. ഞാനത് നോക്കി. ഞാൻ ക്യാമറാമാനെ വിളിച്ചു. ഇവിടെയാണ് ഷോട്ട് വെക്കേണ്ടത്, ഇവിടെയാണ് അവിടെ ഇങ്ങനെയാണ് ആ രംഗം ക്യാമറാമാന് പറഞ്ഞു കൊടുത്തു. ഇവിടുന്ന് ആർട്ടിസ്റ്റ് ഇങ്ങോട്ട് വരും, ഈ ഡയലോഗ് പറയും, അങ്ങോട്ട് മൂവ് ചെയ്യും, ഇതൊക്കെ പറഞ്ഞു. എൻ്റെ കയ്യിൽ ഒറ്റ കടലാസിൽ ബാക്കി 7-8 പേജുകൾ ഞാൻ കണ്ടിട്ടില്ല, ആ സീൻ വായിച്ചിട്ടില്ല. ഒറ്റ പേജിൽ എഴുതി വെച്ചിട്ട് ഞാൻ ഷോട്ട് വെക്കുകയാണ്. അന്ന് എനിക്കത് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. പക്ഷെ ഇന്ന് അതേ അസിസ്റ്റൻ്റ് അടുത്തോട് ഞങ്ങൾ അന്ന് അത്ഭുതത്തോടെ നോക്കി നിന്നത് ഈ സീൻ മുഴുവൻ വായിക്കാതെ അതിൻ്റെ ഇമോഷണൽ കണ്ടൻറ്റാണെന്ന് മനസ്സിലാകാതെ ആദ്യത്തെ ഒരു പേജിൽ എഴുതി വെച്ച 2-3 ഡയലോഗുകൾ കൊണ്ട് ഇതെങ്ങനെയാണ് സാറ് ഷൂട്ട് ചെയ്യുന്നത് അവർ ചോദിക്കുമ്പോഴാണ് ഞാൻ അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അതൊക്കെ അങ്ങനെ സംഭവിക്കുകയാണ്. ഞാൻ ഈ സിനിമയെക്കുറിച്ച്, ഞാൻ ചെയ്ത സിനിമകളെക്കുറിച്ചൊക്കെ ആൾക്കാർ പിന്നീട് ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ ഞാനിപ്പോൾ അതിനൊരു നിർവചനം കണ്ടുപിടിച്ചിട്ടുണ്ട്. സിനിമയിലൊരു ടേമുണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിന് DI എന്ന് പറയുന്നത്. DI എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇൻ്റർമീഡിയറ്റ് എന്നാണ്. സിനിമയുടെ കളർ കറക്ഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, ഈ ഡിജിറ്റൽ കാലത്ത് ഉപയോഗിക്കുന്ന ഒരു ടേമാണത്. അതിൻ്റെ ഡിജിറ്റലായിട്ടുള്ള ഇപ്പോഴത്തെ ഫോർമാറ്റിൽ നിന്നും അതിൻ്റെ കളർ കറക്ഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാങ്കേതികതയാണ്. അത് DI ചെയ്യുക എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് അന്നും DI ഉണ്ടായിരുന്നു. ആ DI എന്ന് പറയുന്നത് ഞാൻ ചെയ്ത സിനിമകളിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് പ്രാപ്യമാക്കി തന്നൊരു കാര്യമാണ് അന്നത്തെ DI. അതൊരു ഡിവൈൻ ഇൻ്റർവെൻഷൻ ആയിരുന്നു, ദൈവികമായൊരു ഇടപെടലായിരുന്നു എന്നുള്ളതാണ്. അത് എൻ്റെ കഴിവാണെന്നോ എൻ്റെ ബുദ്ധിയാണെന്നോ എൻ്റെ പ്രാപ്തിയാണെന്നോ അല്ല ഞാൻ വിചാരിക്കുന്നത്. അതൊരു ഞാനറിയാത്ത ഒരു ശക്തി എന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് സർവശക്തനായ ദൈവമാണെന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ അന്നും ഇന്നും എൻ്റെ സിനിമകളെ അപ്രോച്ച് ചെയ്യുന്നത്. അത് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ 31ാമത്തെ സീൻ, ഇപ്പോൾ അതിൻ്റെ ഇടയിലുള്ള സീനുകൾ വിട്ടുപോയി. പിന്നെ അത് എഴുതുമ്പോൾ എങ്ങനെയായിരുന്നു? അത് എളുപ്പമായിരുന്നോ? ഇതേപോലെ തന്നെ അങ്ങ് ഒഴുക്കിൽ നടന്നു പോയോ? അതോ അവിടെ എന്തെങ്കിലും അത് പറഞ്ഞു പോയല്ലോ പിന്നെ അതിലേക്ക് കറക്റ്റായി അതേ ഇമോഷനിൽ അത് ഫിറ്റ് ചെയ്യണ്ടേ? ഇല്ല, അതാണ് ലോഹിതദാസ് എന്ന് പറയുന്ന ഒരു പ്രതിഭ. അദ്ദേഹം ഇതിനെ ആദ്യമധ്യാന്തം ഉള്ളിൽ കൊണ്ട ശേഷമാണ് എഴുതി വരുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം പറയാറുണ്ട്, ഞാൻ എഴുതി വരുമ്പോൾ കഥാപാത്രങ്ങൾ സ്വയം വളർന്നു വരികയാണ്, അദ്ദേഹം വളർത്തുകയല്ല, അവരിങ്ങനെ വളർന്ന് എൻ്റെ മുമ്പിലേക്ക് വരിക എന്നാണ് പറയുന്നത്. ഞാൻ പലപ്പോഴും ലോഹിതദാസ് എഴുതുമ്പോൾ പലപ്പോഴും അദ്ദേഹം മുറിയിൽ അടച്ചിട്ടാണ് എഴുതുന്നതെങ്കിൽ ഞാൻ കഴിയുന്നത് 1-2 പ്രാവശ്യമൊക്കെ ഇത് ഒളിഞ്ഞു നോക്കി ഇയാൾ എന്താണ് ഇതിനകത്ത് ചെയ്യുന്നതെന്നുള്ളത്. അദ്ദേഹം വളരെ വൈകാരികമായിട്ട് കണ്ണാടിയുടെ മുമ്പിലൊക്കെ പോയി ഇന്ന് ഡയലോഗ് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കരഞ്ഞ്, അപ്പോൾ അയാൾ കടന്നു പോകുന്നൊരു മാനസികാവസ്ഥയുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ നെറ്റിയിലൊരു മുഴ വരും. ഒരു ടവല് കൊണ്ട് വരിഞ്ഞു മുറിക്കാൻ നിങ്ങൾക്ക് കിട്ടും. കുറച്ച് കഴിയുമ്പോൾ കയ്യിലൊരു മുഴ വരും എഴുതി. അപ്പോൾ ഒരുപാട് മാനസികവും ശാരീരികവുമായ സമ്മർദ്ദങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അപ്പോൾ അദ്ദേഹം വെറുതെ ഒരു യാന്ത്രികമായ ഒരു എഴുത്തുകാരനല്ല, വൈകാരികമായി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അനുഭവിച്ച ശേഷമാണ് അത് നമ്മളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും നമ്മൾ അദ്ദേഹം എഴുതിയ തിരക്കഥകൾ, അദ്ദേഹം മറ്റുള്ളവരാര് സംവിധാനം ചെയ്താലും അത് ഇന്നും ഓർത്തു വയ്ക്കുന്നത് നമ്മളുടെ കൂടെ. ഇപ്പം നമ്മൾ അന്ന് കണ്ട് സിനിമ ഇന്നത്തെ കാലത്ത് നമ്മൾ പലപ്പോഴും സിനിമകൾ ആ തിയേറ്ററുകളിൽ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിയേറ്ററിൽ വന്ന് ചെല്ലുമ്പോൾ ഇപ്പോൾ പോപ്കോണൊക്കെ കിട്ടുക സാധാരണയാണ്. പോപ്കോണൊക്കെ കഴിച്ച് ബാക്കിയുള്ള പോപ്കോണും ആ കവറും അവിടെ ഇട്ടിട്ട് നമ്മൾ പോരുന്നത് പോലെ കണ്ട സിനിമയും അവിടെ തന്നെ ഉപേക്ഷിച്ച് പോരുന്നൊരു സാഹചര്യമാണ് ഇന്നുള്ളതെങ്കിൽ, അന്ന് ആ സിനിമകൾ നമ്മുടെ കൂടെ ഉണ്ട്, ആ കഥാപാത്രങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട്, അവർ ഇടയിലുള്ള ആരോ ആണെന്നുള്ളൊരു ബോധ്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എന്നോട് പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട്, സേതുമാധവനോട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ, അച്യുതൻ നായരോട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നു. ഇതൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടായ, അവർക്കറിയാവുന്ന, അവരുടെ പരിസരത്ത് ജീവിച്ചിരുന്ന വ്യക്തികളാണ് എന്ന് അവർക്കുള്ളൊരു ബോധ്യമാണ്. ബാലൻ മാഷയെക്കുറിച്ച് അങ്ങനെ ചോദിക്കാറുണ്ട്, എന്തിനാണ് ബാലൻ മാഷ നിങ്ങളെല്ലാം കൂടെ ഭ്രാന്തനാക്കിയതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർ സിനിമയ്ക്കും അപ്പുറത്തേക്ക് അതിനെ വേറൊരു തലത്തിൽ അവരുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരായിട്ട് ആ കഥാപാത്രങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. അത് സംഭവിക്കാൻ കാരണം ആ എഴുത്തുകാരൻ്റെ പ്രതിഭ കൊണ്ട് മാത്രമാണ്. എഴുത്തുകാരൻ നമ്മളിലേക്ക് അത്ര ആഴത്തിൽ ആ കഥയും കഥാപാത്രത്തെയും പകർന്നു നൽകിയത് കൊണ്ടാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു മീഡിയേറ്റർ മാത്രമാണ്. എഴുത്തിൽ നിന്നും
ദൃശ്യത്തിലേക്ക് അതിനെ പകർത്തുന്ന ഒരു ട്രാൻസ്ലേറ്റർ മാത്രമാണ് ഞാനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പറഞ്ഞുകൊണ്ട് ഈ ചെങ്കോൽ എന്ന സിനിമ ചിലപ്പോൾ എനിക്ക് ഇവിടെ ഇരിക്കുന്നവർക്കും ഉണ്ടാവും. ഇപ്പം ഞാൻ വീട്ടിൽ തന്നെ എൻ്റെ ഭാര്യയും പറയും, എന്തുകൊണ്ട് തിലകൻ്റെ കഥാപാത്രത്തെ അങ്ങനെ ആക്കണ്ടായിരുന്നു, അത്രയും നല്ലൊരു അച്ഛൻ അദ്ദേഹം ആ വഴിക്ക്. അപ്പം ഞാൻ മനുഷ്യൻ്റെ വിധിയല്ലേ, ചിലപ്പോൾ നമുക്ക് പല ചിന്തകളും, നമ്മളിപ്പോൾ എത്ര നന്മയിലൂടെ പോയാലും ചില സമയത്തിൽ ചില സാഹചര്യങ്ങളിൽ നമ്മളെ തിന്മയിലേക്ക് വഴി തെളിച്ചേക്കാം. നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ. സാർ പറഞ്ഞാൽ ഡിവൈൻ ഇൻ്റർവെൻഷൻ ഏതൊക്കെ നിലയിലാണ് നമുക്കറിയില്ല. അപ്പോൾ അത് ആ തീരുമാനം എടുക്കാൻ ചെങ്കോല് അങ്ങനെ ആ കഥാപാത്രത്തെ മാറ്റണം, അല്ലെങ്കിൽ ആ കഥ മുഴുവൻ അങ്ങനെ ആക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കാണുന്നവരനുഭവിക്കുന്ന ഒരു ഒരു കുറ്റബോധമൊക്കെയാണ് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ തിലകൻ്റെ കഥാപാത്രത്തെ കണ്ട് അല്ല എല്ലാവർക്കും അറിയാം, അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, സത്യം പറഞ്ഞാൽ സാറിനോട് ദേഷ്യം തോന്നും, ലോക സാറിനോട് ദേഷ്യം തോന്നും. അപ്പോൾ ഞങ്ങളത് അനുഭവിക്കുന്ന കാഴ്ചക്കാരായ നമുക്കത് അനുഭവിക്കുമെങ്കിൽ അത് എഴുതിയും അത് പകർത്തിയ ആളുകൾ അതിൻ്റെ ഒരു വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ടാവില്ല. അത് വേണമെന്നോ അത് വേണ്ടി എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടായിരുന്നോ, ഒരു തർക്കം ഉണ്ടായിരുന്നോ നിങ്ങൾ തമ്മിൽ, ഇങ്ങനെ ഇത്ര എക്സ്ട്രീമിലേക്ക് ആ കഥ പോകണം എന്നുള്ളത്? ഇല്ല, ഞാൻ എഴുത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് ഒരിക്കലും ഞാൻ കൈകടത്താറില്ല. എനിക്ക് വിശ്വാസമുള്ളൊരു എഴുത്തുകാരനാകുമ്പോൾ ഞാൻ അതിൻ്റെ അകത്തൊരു ഇടപെടൽ നടത്താറില്ല. ഒരു പ്രാഥമികഘട്ട ചർച്ചകളിൽ ഞങ്ങൾ ഒരുമിച്ച് എനിക്ക് പറയാനുള്ളതാണ് അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് എഴുത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഞാൻ കൈകടത്താറില്ല. എഴുത്ത് പൂർത്തീകരിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും എനിക്കുണ്ടാകുന്ന സന്ദേഹങ്ങൾ പങ്കുവയ്ക്കുന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു തർക്കങ്ങൾ സംഭവിക്കാറില്ല. ഈ അച്യുതൻ നായരുടെ കാര്യത്തിൽ ഇങ്ങനെ കിരീടം എന്ന സിനിമയിൽ ഇത്രമാത്രം സത്യസന്ധനും ഒരു അപ്രൈറ്റായിട്ടുള്ളൊരു പോലീസ് ഓഫീസർ ഇപ്പോൾ ഇങ്ങനെ വന്നിട്ട് മകളെയും കൊണ്ട് നാടകത്തിന് പോവുകയും മകളെ കൂട്ടിക്കൊടുക്കുന്ന ആളായി മാറുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയിലേക്ക് അയാൾ എത്തിച്ചതിനെക്കുറിച്ച് ഒരുപാട് ഡിവിഷൻ പറഞ്ഞ പോലെ പഴിയും പരിഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഞങ്ങൾ. പക്ഷേ ഇത് തന്നെയാണ് ഒരു മനുഷ്യൻ നമ്മളൊരു ജീവിത സാഹചര്യത്തിലേക്ക് ഗതികേടുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു പോകുമെന്ന് നമുക്ക് തന്നെ അറിയില്ല. അങ്ങനെ എല്ലാവരും അങ്ങനെ ഒരു നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കപ്പെടുകയും അതിൽ പെട്ടുപോവുകയും അതും ഒരു ദുരന്തമായി നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥയുണ്ട്. ഈ അച്യുതൻ നായർ അവസാനം ഒരു ഫാനിൽ കെട്ടിത്തൂങ്ങി മരിക്കുന്നു എന്ന് പറയുന്ന ആത്മഹത്യയിലേക്ക് എത്തുന്നത് ആ ദുരന്തത്തിൽ അയാൾ എന്തുമാത്രം അനുഭവിച്ച് അവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. ആ സിനിമയിലെ ഓരോ രംഗങ്ങളും ആ രീതിയിൽ ഞാൻ ഈ നേരത്തെ ഇമോഷണലി എന്നെ സ്വാധീനിച്ച രംഗങ്ങളിൽ ഒന്ന് കിരീടത്തിലുള്ളതാണ്. അതും ഈ ആക്ടറുടെ പെർഫോമൻസ് കൊണ്ട് തന്നെയാണ്. അതിലെ ഒരു ലോഡ്ജ് മുറിയുടെ ജനാലയിൽ നിന്നുകൊണ്ട് ഇയാൾ താഴേക്ക് നോക്കിയിട്ട് പറയുന്നു, സേതുമാധവൻ്റെ ജീവിതം ഇവിടെയാണ് നഷ്ടപ്പെട്ടു പോയത്. അന്ന് അയാൾ ആദ്യമായിട്ട് ആ കിരിക്കാടനെ അടിച്ചിട്ട ആദ്യത്തെ ആ സന്ദർഭത്തിലെ ഓർത്തുകൊണ്ട് അയാൾ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് അയാൾ തിരിഞ്ഞ് നടന്നൊരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അയാൾക്ക് മനസ്സിലായി, ഇനി എനിക്കൊരു നോർമൽ ജീവിതമില്ല, ഞാൻ അവരോധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഈ സ്ഥാനത്ത് നിന്ന്, ഈ ഗുണ്ടയുടെ ആ സ്ഥാനത്ത് നിന്ന് എനിക്കൊരു തിരിച്ചുപോക്കില്ല എന്ന് തിരിച്ചറിയുന്നൊരു മൊമെൻ്റ് ഉണ്ട്. അയാൾ ആ കണ്ണാടിന് മുമ്പിൽ നിന്നുകൊണ്ട് ഇയാളുടെ നെറ്റിയിലുണ്ടായ ആ മുറിവിനെ തലോടിക്കൊണ്ട് ഇത് സേതുമാധവൻ്റെ കിരീടത്തിലെ തൂവലാണ് എന്ന് പറഞ്ഞിട്ട് ആ സിനിമയിൽ ആദ്യമായിട്ട് ഇയാൾ മീശ പിരിക്കുന്നത് ആ രംഗത്തിലാണ്. ഞാനിത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇയാൾ വിൻഡോയിൽ നിന്ന് നടന്നു വന്നിട്ട് ഈ മിററിലേക്ക് നിന്നിട്ട് ഞാൻ മിററിലെ ഇമേജിലേക്ക് പോവുകയും ഇയാളുടെ ഇമേജാണ് പിന്നീട് ഞാൻ ദൃശ്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെയും ഇതുപോലെ ഞാനിങ്ങനെ സ്തംഭിച്ച് നിന്നു, ഇയാൾ എന്തൊരു പെർഫോമൻസാണ്. അതുകൊണ്ടാണ് ഇമോഷണൽ ലെവൽ അങ്ങനെയുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് എങ്ങനെയാണ് ഒരു ആക്ടർ ഇതിനെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഈ ഇമോഷണൽ ഒരു തലത്തിലൂടെ ഇപ്പം ആകാശദൂത ചെയ്യുമ്പോഴൊന്നും എനിക്ക് ഇത്രയും സ്ട്രെയിനില്ല. എനിക്കറിയാം ആകാശദൂത ഇത്രത്തോളം ഇൻറ്റൻസ് അല്ല എന്നുള്ളത് എനിക്കറിയാം. അതൊരു കുറച്ചും കൂടെ ലൈറ്റർ, അല്ലെങ്കിൽ നമ്മൾ പറയാനുള്ള ഒരു കുറച്ചൊരു പൈങ്കിളിത്തം ആ സിനിമയ്ക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നുണ്ട്. പക്ഷെ അത് വല്ലാതെ ആൾക്കാരെ കരയിപ്പിച്ചിട്ടുണ്ട്. ആ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് പലരും ബെറ്റ് വെച്ച് പോകാറുണ്ട്. ഞാൻ കരയില്ല എന്ന് പറഞ്ഞ് ആണുങ്ങളൊക്കെ പോകാറുണ്ട്. പക്ഷേ കരഞ്ഞ് ബെറ്റ് തോറ്റിട്ട് വരുന്നവരെയാണ് അന്ന് കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ സിനിമകൾ എനിക്കുണ്ടാക്കിയ സമ്മർദ്ദങ്ങളോ ഇമോഷണലായിട്ടുള്ള എൻ്റെ ഒരു അവസ്ഥകളൊന്നും ആകാശദൂത് ചെയ്യുമ്പോൾ എനിക്കുണ്ടായിരുന്നില്ല. ഇത് ഈ എഴുത്തിൻ്റെ, ഈ ആക്ടറുടെ ഇതൊക്കെ എല്ലാം കൂടെ ചേർന്നുള്ള ഉൾക്കൊണ്ടുകൊണ്ടുള്ള
അതെല്ലാം ഉൾച്ചേർന്നുകൊണ്ടുള്ള ഒരു ഇമോഷനിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു പോകുന്നത്. ഈ ലോഹിതദാസിനെ എനിക്ക് എൻ്റെ അടുത്ത് തന്നെ ഒരിക്കൽ എൻ്റെ സുഹൃത്തായ സംവിധായകൻ കമൽ ഒരു സിനിമ കണ്ട് അയാൾ ഒരു പ്രിവ്യൂ കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സിബി എങ്ങനെയാണ് ഈ ആൾക്കാരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ആ എഴുതി വെച്ചതിനെ എന്നെ അതെങ്ങനെ സ്പർശിച്ചോ അത് ഞാൻ പകർത്താൻ ശ്രമിക്കുന്നതാണ്, അത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നതാണ്. അല്ലെങ്കിൽ അതിനെ ഒന്ന് കാണുന്നവരുടെ ഉള്ളിലേക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നേ ഉള്ളൂ. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയാം, ഇറ്റ് ഹാപ്പൻസോ അങ്ങനെയുള്ളൂ. ഇപ്പോഴും നമ്മൾ ഈ 30-35 വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമയെക്കുറിച്ച് ഇപ്പോഴും സംസാരിക്കേണ്ടി വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കൂടെ കൊണ്ടുപോകുന്നതാണ് ഇവരെയൊക്കെയും, ഈ കഥാപാത്രങ്ങളെയൊക്കെയും, ഈ കഥയെ, ഈ സന്ദർഭങ്ങളെയൊക്കെയും. തനിയാവർത്തനം എന്ന സിനിമയിൽ ഇയാളെ വീട്ടിലേക്ക് വരുമ്പോൾ ഇയാൾ അടുത്ത വീട്ടിലൊരാളാണെന്ന് പറഞ്ഞ് തിരസ്കരിക്കപ്പെടുന്ന ഒരു രംഗമുണ്ട്. ഇതേപോലെ ഒരു ക്ലോസപ്പ് ഷോട്ടിൽ മമ്മൂട്ടി നിന്നിട്ട് അതിനോട് റിയാക്ട് ചെയ്യുന്നത് കണ്ടിട്ട് ഇതേപോലെ ഞാൻ സ്തംഭിച്ചിരുന്നിട്ടുണ്ട്. അങ്ങനെ എഴുത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രം സംവിധാനത്തിലെ ഒരു തലത്തിലേക്ക് ഉയർന്നു വരാൻ സാധിച്ച ഒരാളാണ് ഞാൻ. എന്നെക്കാൾ എല്ലാ കാലത്തും അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഇതേപോലെ എഴുത്തുകാർക്ക് മാത്രമുള്ളതാണ്. ഈ കായുടെ വേദിയിൽ നിന്ന് പറയാൻ എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട്. ലോസാണ് തീർച്ചയായും അനുസ്മരിക്കും. ഇപ്പോഴും ആകാശദൂത് എന്ന് പറഞ്ഞപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് പോകേണ്ട സീനിൽ കണ്ടാൽ കരയാത്ത ആരും ഇവിടെ ഉണ്ടാവും തോന്നുന്നില്ല. അത് സാറിന് മറ്റേനെ വെച്ച് നോക്കുമ്പോൾ പൈങ്കിളിയാണെങ്കിൽ പോലും എന്തൊരു അവസ്ഥയാണ് അത് സിനിമ കാണുന്നവർ. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ അമ്മമാരൊക്കെ ഇത് തിയേറ്ററിൽ പോയി കരയില്ല. ഞാൻ അന്ന് കരഞ്ഞിട്ടില്ല കേട്ടോ, പക്ഷേ ഇപ്പം കരഞ്ഞ എപ്പോഴും കരയും. എനിക്കറിയില്ല, നമ്മൾ ഈ ചെറുപ്പകാലത്ത് പല സിനിമകൾ കണ്ടാൽ നമുക്ക് അന്നത്തെ ബോധമില്ലാത്തതുകൊണ്ടായിരിക്കാം നമ്മൾ ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് കാലങ്ങൾ കഴിയും തോറും ഈ സിനിമകൾ, ഇപ്പോൾ സാറിൻ്റെ ഏത് സിനിമ കണ്ടാലും കണ്ണ് നിറയാതെ നമുക്ക് ടി വിയുടെ മുമ്പിലാണെങ്കിൽ ഇന്ന് എണീക്കാൻ കഴിയില്ല. അത് നമുക്കത് കുറച്ച് സത്യം പറഞ്ഞാൽ നമ്മളൊന്ന് റിലാക്സ്ഡ് ആവുന്നതായിരിക്കും. നമ്മുടെ ഉള്ളിലെ അല്ലാത്ത വിഷമങ്ങളൊക്കെ പോകാനുള്ളൊരു വഴിയും കൂടിയാണല്ലോ സിനിമ. അങ്ങനെയായിരിക്കും. എന്തായാലും ലോഹിത് സാറിനെ വീണ്ടും ഈ വേദിയിൽ നമ്മളും ആദരവോടുകൂടി ഓർക്കുകയാണ്. ഇപ്പോൾ 2 ദിവസം മുമ്പാണ് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ഇവിടെ എത്തിയത്, പുതിയ ഗെറ്റപ്പിലൊക്കെ വന്നു. അപ്പോൾ സിബി സാറിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മളൊരു ജീവിതത്തിൻ്റെ മരത്തിൻ്റെ താഴെ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും അവർ ആ കഥാപാത്രങ്ങളെ എങ്ങനെ മനസ്സിൽ കണ്ടോ ചിലപ്പോൾ അതിലേക്ക് ഉപരിയിൽ അങ്ങേക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും, അതിനേക്കാൾ മുകളിലേക്ക് അവർ കൊണ്ടുപോയി. അപ്പോൾ ഇതെല്ലാം സമാസമം ചേർന്നു. ആ കാലഘട്ടത്തിൻ്റെ അനുഭവം, സിബി മലയിൽ, ലോഹിതദാസ്, സംവിധായകൻ, എഴുത്തുകാരൻ, മോഹൻലാൽ, മമ്മൂട്ടി, ഇങ്ങനെ എല്ലാം എന്താ പറയുക, ഒന്നിനൊന്നും മെച്ചം, പകരം വയ്ക്കാൻ വേറെ ഇല്ലാത്ത ആളുകൾ ഒരുമിച്ച് ചേർന്നപ്പോൾ ഇങ്ങനെ ഒരു അത്ഭുത സൃഷ്ടികളുണ്ടായി. അപ്പോൾ അങ്ങേക്ക് അവരിലിപ്പോൾ നേരത്തെ മോഹൻലാലിൻ്റെ ഒരു മാർക്കറ്റ് കാര്യമൊക്കെ ആളുകൾക്ക് അറിയാലോ, പണ്ടത്തെ സംഭവമൊക്കെ, അതിനുള്ളൊരു പശ്ചാത്തലമായിരിക്കും കഥാപാത്രങ്ങൾ എന്നൊക്കെ. എങ്കിലും അവരിലെ നടനെ ഇവരുടെ ഈ ഒരു പൊട്ടൻഷ്യലിലേക്ക് ഇവർ പോകുന്ന അങ്ങേക്ക് തിരിച്ചറിഞ്ഞ നിമിഷങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തി. മമ്മൂട്ടി ആയാലും ഇപ്പോൾ തനിയാവർത്തനായാലും ഒക്കെ പല ഘട്ടങ്ങളിലും മമ്മൂട്ടിയല്ല ആ മാഷ് തന്നെയാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും. അപ്പോൾ അതെങ്ങനെയാണ് ഈ രണ്ടുപേരെയും അങ്ങ് അനുഭവിച്ചൊരു സംവിധാനം എന്ന നിലയിൽ, പുറത്തു നിന്നത് കാണുന്ന പ്രേക്ഷകൻ എന്ന നിലയിൽ, ചിത്രീകരണത്തിലും സ്ക്രീനിൽ കാണുമ്പോഴും അങ്ങ് അനുഭവിച്ച ഒരു ആനന്ദം ഉണ്ടല്ലോ ക്രിയേറ്റഡ്, അതെങ്ങനെയാണ്? ഇതൊക്കെയും നമ്മളെ നമ്മൾ കടന്നുപോയ ഒരുപാട് അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ ഈ വലിയ കലാകാരന്മാരുടെ കൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞൊരു ഭാഗ്യം തന്നെയാണ്. ഇവരുടെ അഭിനേതാക്കളാണെങ്കിലും മമ്മൂട്ടി ആയാലും മോഹൻലാലായാലും മുരളി ആയാലും നെടുമുടി വേണുവായാലും തിലകൻ ചേട്ടനായാലും ഞാനൊരിക്കൽ ഇതൊക്കെ ഒരു അപൂർവമായ ഭാഗ്യങ്ങളായിട്ട് ഞാൻ എന്നെ കാണുകയാണ്. കാരണം എനിക്കിതിനുള്ള യോഗ്യത എന്താണെന്ന് എപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്. ഞാൻ ആരാണ് ഇതൊക്കെ ചെയ്യാനായിട്ടെന്നുള്ളൊരു ചോദ്യം എപ്പോഴും എൻ്റെ ഉള്ളിൽ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നുണ്ട്. ഒരിക്കൽ സതയം എന്ന സിനിമയുടെ എൻ്റെ ഒരു ക്യാമറ ഫ്രെയിമിനും ഉള്ളിൽ ഒരുപക്ഷെ ലോക സിനിമയിലെ ഏറ്റവും മികച്ച അഭിനേതാക്കളും നമുക്ക് ചേർത്ത് വയ്ക്കാവുന്ന മോഹൻലാലും തിലകനും നെടുമുടി വേണുവും മുരളിയും ഒക്കെ ഒരു ഫ്രെയിമിൽ നിൽക്കുകയാണ്. ഞാൻ ആ ക്യാമറയുടെ മുമ്പിൽ നിന്ന് പുറയിൽ നിന്ന് ഈ വ്യൂ ഫൈൻഡറിലൂടെ നോക്കുമ്പോൾ ഞാൻ ഒരു നിമിഷം ഞാൻ ആ കണ്ട ഫ്രെയിം എന്ന് പറയുന്നത്, ഞാനിതിനെന്തിനാണ്, എൻ്റെ യോഗ്യത എന്താണ്, ഇവരെയൊക്കെ നിർത്തിക്കണ്ട് എൻ്റെ സ്റ്റാർട്ടിനും കട്ടിനും ഇടയിൽ നിർത്താൻ ഞാനാരാണെന്നുള്ള
ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ പലപ്പോഴും ഞാൻ ചിന്തിക്കും, എങ്ങനെയാണ് എനിക്കിതിനുള്ള യോഗ്യത എന്താണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം അവരൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്തതിനപ്പുറത്തെ ഗംഭീരമായ പെർഫോമൻസാണ്. അവരൊക്കെ നമ്മുടെ നിർദ്ദേശങ്ങൾക്ക് കീഴ്പ്പെട്ട് കേട്ട് നിന്നുകൊണ്ട് അതിനെ അനുസരിക്കുന്നവരായി മാറാൻ മാത്രം ഞാനാരാണ് എന്നുള്ളൊരു ചോദ്യം എപ്പോഴും എന്നെ അലട്ടിക്കൊണ്ടിരിക്കാറുള്ളൂ. അതൊരു സന്തോഷമല്ല, അഭിമാനവുമല്ല, അപ്പുറത്തേക്ക് ഒരു അസ്വസ്ഥതയാണ് എനിക്ക് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഞാൻ ഒരുപക്ഷെ അത് എങ്ങനെയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിഗായി തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സിനിമയിലേക്ക് എത്തുമെന്നോ ഞാൻ സംവിധായകനാകുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല, ആഗ്രഹിച്ചതുപോലുമല്ല. സിനിമ ഇഷ്ടമായിരുന്നു. സിനിമയുടെ പുറകെ കാണുകയും അതിനെക്കുറിച്ച് എഴുതുകയും അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നാട്ടിൽ നമ്മുടെ തിയേറ്ററിൽ കാണാൻ കഴിയുന്ന സിനിമകൾക്കും അപ്പുറത്തേക്കുള്ള സിനിമകൾ കാണാൻ തേടി നടക്കുകയൊക്കെ ചെയ്തിരുന്ന കാലമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അറിയാതെ എൻ്റെ മുമ്പിലേക്ക് സിനിമയുടെ വാതിലുകൾ തുറക്കപ്പെടുകയായിരുന്നു. ഞാൻ ക്ഷണിക്കപ്പെടുകയായിരുന്നു. അവിടെ എത്തിപ്പെട്ടത് ഏറ്റവും നല്ല ഇടത്തായിരുന്നു. മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസ് ആണ് എന്നെ വിളിക്കുന്നത്. അവിടുത്തെ ട്രെയിനിങ്, അവിടെ 7 വർഷങ്ങൾ 5 സിനിമകൾ അവരോടൊപ്പം ചെയ്തതാണ് എൻ്റെ ഏറ്റവും വലിയ ബലം. ഇന്നും എന്നെ ഞാൻ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബലം എന്ന് പറയുന്നത് എൻ്റെ ആ ഒരു 7 വർഷത്തെ കാലത്തെ ട്രെയിനിങ്ങാണ്. 78 തൊട്ട് 85 വരെ ഞാൻ ഒരു ഗുരുകുല വിദ്യാഭ്യാസം പോലെ അനുഷ്ഠിച്ചതാണ്. ആ ഒരു കാലഘട്ടം തന്നെയാണ് അന്നും ഇന്നും എൻ്റെ ഏറ്റവും വലിയ പിൻബലം, ശക്തി എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ അതൊക്കെ വന്നു ചേർന്നതാണ്. ഒന്നിനും ഒരാളോടും പോയി ഒരു അവസരം ചോദിക്കാനുള്ള സാഹചര്യം പോലും ദൈവം എനിക്ക് തന്നില്ല. എന്നെ തേടി എത്തുന്ന അവസരങ്ങളായിരുന്നു എല്ലാം എന്നുള്ളതാണ്. ഡിവിഷൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരുപക്ഷെ കൃത്യമായ ഉത്തരമല്ല ഞാൻ തന്നതെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഈ ജീവവൃക്ഷത്തിൻ്റെ തണലിലിരുന്നുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സിബി മലയിൽ എന്ന വ്യക്തിയിലൂടെ വേണം സേതുമാധവനൊക്കെ പിറക്കാനെന്ന് അങ്ങ് പറഞ്ഞ DAയിലൂടെ തീരുമാനിക്കപ്പെട്ടായിരിക്കും. അങ്ങനെയായിരിക്കും. ഇപ്പോൾ സതയത്തെക്കുറിച്ച് പറഞ്ഞോടെ ഞാൻ വായിച്ചറിഞ്ഞ് MTയുടെ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളുടെയും അദ്ദേഹത്തിൻ്റെയും കൂടി ഒരു ഇടപെടൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ സതയത്തിൽ പൂർണ്ണമായിട്ടും സംവിധായകന് ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയത് ഞാൻ വായിച്ചറിഞ്ഞാണ് എന്നാണ് കേട്ടുള്ളത്. അപ്പോൾ MTയെ പോലെ ഇത്രയും നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാനൊക്കെ ഉപരിയായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ അത് അങ്ങ് പറഞ്ഞ പോലെ ഞാനിതെങ്ങനെ ചെയ്യണം എന്ന് അങ്ങ് സംശയിച്ച പോലെ ഈ സതയം കഥ ഇങ്ങനൊരു കഥ കിട്ടുമ്പോഴും ആ പൂർണ്ണ സ്വാതന്ത്ര്യം അങ്ങേക്ക് അദ്ദേഹം കൽപ്പിച്ചു നൽകുമ്പോഴൊക്കെ അനുഭവിച്ച ഒരു സ്വാതന്ത്ര്യം കൂടുതലാണോ അതോ ഒരു ഉത്തരവാദിത്വം കൂടുതലാണോ? എന്താണ് സതയത്തെ രൂപപ്പെടുത്താൻ MTയുടെ ഒരു പങ്ക് നൽകിയ ശരി സിബിയുടെ കൈകളിലൂടെ മുഴുവൻ വരട്ടെ എന്നുള്ള ഒരു അനുവാദം അതെങ്ങനെയാണ് അങ്ങേ സ്വാധീനിച്ചത്? ഇതൊന്നും അറിയില്ല. ഇങ്ങനെയൊക്കെ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുത്തതെന്ന് അറിയില്ല. അദ്ദേഹം ലൊക്കേഷനിലൊക്കെ ഞാൻ അതിൻ്റെ കുറേ ഭാഗങ്ങൾ കോഴിക്കോടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും അവിടെ വന്നിരിക്കും. അദ്ദേഹം വന്നിരിക്കുന്ന സന്ദർഭങ്ങളാണ് എൻ്റെ ഞാൻ കടന്നു പോകുന്ന ഏറ്റവും വലിയ സമ്മർദ്ദമുള്ള സമയങ്ങൾ. പക്ഷെ അദ്ദേഹം ഒന്നും പറയാറില്ല. അവിടെ വന്ന് കുറേ നേരം ഞാൻ ചെയ്യുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം എൻ്റെ വിചാരം ഞാൻ കാണിക്കുന്ന മണ്ടത്തരങ്ങളൊക്കെ അദ്ദേഹം അവിടെ നിന്ന് കാണുകയാണല്ലോ എന്നാണ് എൻ്റെ ചിന്ത. അദ്ദേഹം പോകുന്നിടം വരെ ഞാൻ ആ വലിയ ടെൻഷനിലായിരിക്കും നിൽക്കുന്നത്. പക്ഷേ ആ സിനിമ കംപ്ലീറ്റ് ചെയ്ത ശേഷം അത് അദ്ദേഹം എഴുതി വെച്ചതിനും അപ്പുറത്തേക്ക് ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തു പോയി. അത് അപ്പോൾ നമുക്കുണ്ടാകുന്ന നമുക്കൊരു ആ നിമിഷത്തിൽ ഉണ്ടാകുന്ന ചില തീരുമാനങ്ങളാണത്. അദ്ദേഹം എഴുതിയതിനും അപ്പുറത്തേക്ക് പ്രത്യേകിച്ചും ആ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന രംഗത്തിൽ അതിനും അപ്പുറത്തേക്കുള്ള ചില വിഷ്വൽസിലേക്ക് ഞാൻ പോയി. അതപ്പോൾ എനിക്കുണ്ടായ ഒരു ഇൻസ്റ്റിങ്ക്റ്റാണത്. അങ്ങനെ ചെയ്യണം അപ്പം എൻ്റെ ഉള്ളിൽ തോന്നിയതാണ്. ഞാൻ ഒരിക്കലും ഒരു കാര്യം മുൻകൂട്ടി ചെയ്യുന്ന ആളല്ല. ഒരു കഥ കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് മുമ്പിൽ വന്നാൽ ഞാനത് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ മുൻകൂട്ടി തീരുമാനിക്കാറില്ല. വായിക്കുമ്പോൾ ഞാൻ ആ സ്ക്രിപ്റ്റ് വായിക്കുന്ന ഫസ്റ്റ് റീഡിങ്ങിൽ എൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ചില സ്പാർക്കുകൾ വന്ന് വീഴും, ചില വിഷ്വൽസ് വന്ന് വീഴും, ചില ഷോട്ടുകൾ വന്ന് വീഴും. അതവിടെ കിടക്കും. അതൊരിങ്ങനെ എപ്പോഴും പിന്നീട് ആ രംഗം ചിത്രീകരിക്കുന്ന എത്രയോ മാസങ്ങൾക്കോ ആഴ്ചകൾക്കോ ശേഷമായിരിക്കും. അവിടെ ചെല്ലുമ്പോൾ ആ യഥാർത്ഥ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ഞാൻ അറിയാതെ അത് സംഭവിക്കുകയാണ്.
അത് ഞാൻ പറയാറുള്ളത്, ഞാനൊരു കുട്ടികൾ ജിക്സോ പസിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് പോലെയാണ്. എനിക്ക് ഒരു പീസ് എടുത്ത് ആദ്യം വെക്കാനറിയാം, മറ്റേ പീസുകൾ അവിടെ വെച്ചിങ്ങനെ കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. അങ്ങനെ അതൊരു പൂർണ്ണ ചിത്രമായി മാറുകയാണ്. അതിന് മുമ്പും പിമ്പും എന്താണ്, ആദ്യം ഒരു ഷോട്ട് എടുക്കുമ്പോൾ ഇതിനപ്പുറത്തും ഇപ്പുറത്തും എന്താണെന്ന് എനിക്കറിയില്ല. ആദ്യത്തെ ഷോട്ട് ആയിരിക്കില്ല ഞാൻ എടുക്കുക. ഇടയ്ക്ക് അവിടെ നിന്നെങ്കിലും എന്നെ അന്ന് വായിച്ചപ്പോൾ എന്നെ സ്ട്രൈക്ക് ചെയ്ത, എൻ്റെ ഉള്ളിൽ കൊളുത്തപ്പെട്ട ഒരു ഡയലോഗോ ഒരു വിഷ്വലോ ഉണ്ടാവും. ആ വിഷ്വലിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ ഡയലോഗിൽ നിന്നാണ് ഞാനൊരു സീൻ തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു പോരായ്മകൾ, പ്രായോഗികമായ പോരായ്മകളെന്ന് പറയുന്നത് എൻ്റെ അസിസ്റ്റൻസിന് ആർക്കും, എൻ്റെ ക്യാമറാമാൻമാർക്ക് ആർക്കും ഞാൻ അടുത്തത് എന്ത് ചെയ്യുമെന്ന് അറിയില്ല, എനിക്കും അറിയില്ല. ആ ഷോട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഉള്ളിലേക്ക് അടുത്ത ഷോട്ട് വരിക. അപ്പോഴാണ് ഞാൻ അതിലേക്ക് പോകുന്നത്. അപ്പോൾ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ എന്താണ് ഇനി ചെയ്യാൻ പോകണമെന്നുള്ളത്. അത് പോരായ്മകളുണ്ട്. സാങ്കേതികമായി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് പൂർണ്ണമായ പിക്ചർ വരികയും ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഈ പർട്ടിക്കുലർ ഞാൻ നേരത്തെ പറഞ്ഞ ആ രംഗത്തിലും അതുപോലെ അപ്പോൾ എനിക്ക് തോന്നുന്ന ഇൻറ്റ്യൂഷനിലൂടെ ഞാൻ ചില വിഷ്വൽസ് കൊണ്ടുവന്നു. ആ സ്ത്രീകളുടെ മുഖത്തിലൂടെ ബ്ലഡ് ഉള്ള ആ പാലറ്റ്, ആ നൈഫ്, പെയിൻറ്റിങ് നൈഫ് ഇങ്ങനെ അവരുടെ മുഖത്തൂടെ രക്തം പുരട്ടുന്നതൊക്കെ അപ്പോഴങ്ങ് ചെയ്തു പോയതാണ്. അപ്പോൾ എനിക്കത് വലിയൊരു സാർ എഴുതി വെച്ചതിനപ്പുറത്തേക്ക് ഞാൻ പോയോ, അതൊരു അവിവേകമായി പോയോ എന്നൊക്കെ എനിക്ക് ഭയമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫസ്റ്റ് സ്ക്രീനിങ് സാറിനെ കാണിക്കുമ്പോൾ, ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ഫസ്റ്റ് സ്ക്രീനിങ് അദ്ദേഹത്തെ കാണിക്കുമ്പോൾ ഞാനിങ്ങനെ ഭയന്നാണ് നിന്നത്. കാരണം ഞാൻ അദ്ദേഹം ഇരിക്കുന്ന സീറ്റിൻ്റെ പുറകിൽ പോയിരുന്നു. അദ്ദേഹം എന്താണ് റിയാക്ട് ചെയ്യുന്ന ഓരോ സീനും എന്നൊക്കെ. പക്ഷേ അദ്ദേഹം പൊതുവെ ഒന്നും പ്രകടിപ്പിക്കാത്ത ആളാണ്, റെസ്പോണ്ട് ചെയ്യാത്ത ആളാണ്. അപ്പോൾ പടം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വന്നു. ഞാൻ ആദ്യം പുറത്തു വന്ന് നിന്ന് ഈ പരീക്ഷ എഴുതിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയ അധ്യാപകൻ്റെ മുമ്പിൽ മുഴുവൻ നന്നായി ചെയ്തില്ലാത്തൊരു കുട്ടിയുടെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം പുറത്തേക്ക് വന്നു, എന്നെ നോക്കി. അദ്ദേഹം ചുണ്ടിലൊരു ബീഡി വെച്ച് കത്തിച്ചിട്ട് ആ ഇടത്തെ കോണിലൂടെ ഒരു ചിരി ഇരിച്ചിട്ട് എൻ്റെ തോളിൽ ഇങ്ങനെ തട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പാസ്സായെന്ന്. പിന്നീട് അദ്ദേഹം പലപ്പോഴും പലരോടും പറഞ്ഞെന്നൊക്കെ കേട്ടിട്ടുണ്ട്, അയാൾ നന്നായി ചെയ്തു എന്ന് പറയുന്നുണ്ട്. അത്രയൊക്കെ കിട്ടുള്ളൂ. പക്ഷെ അത് മതി, അത് ഒരുപാട് വലുതാണ്. അതിന് ആ കുട്ടി തന്നെ അല്ലേ ഓസ്കാറിന്, നമ്മൾ ഓസ്കാർ അത്ര വില കൊടുക്കണമെങ്കിൽ ഓസ്കാറിൻ്റെ മുകളിലാണ് എന്ന് കണക്കാക്കാം. എന്തായാലും ഇത്രയും ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ അങ്ങ് കൈവച്ച സിനിമകളും പല രീതിയിലാണ്. ഇപ്പോൾ എസ് എൻ സ്വാമിയുടെ ഒപ്പം ഉണ്ട്, MT ലോഹിദാസ്, അങ്ങനെ പോകുന്നു. ഇതിൽ ഏത് ജോണർ കൂടുതലും ഇമോഷണൽ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ പറയുന്ന സിനിമകളാണെങ്കിൽ ഓഗസ്റ്റ് ഒന്നൊക്കെ ഇങ്ങനെ വേറെ ഒരു ജോണർ കിടക്കുന്നു. ദേവദൂതൻ വരെ ഇപ്പോൾ റിലീസ് വന്നപ്പോൾ ഉണ്ടായ ഒരു വിജയം. എനിക്ക് തോന്നുന്നു, ഞാൻ റിലീസ് കാണാൻ പോയി. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഒരു 18 ഒക്കെ വയസ്സുള്ള കുട്ടികളായിരിക്കും. പക്ഷേ അവർ വരെ വളരെ ക്രൈസായിട്ട് മോഹൻലാലിനെ കാണുകയും ആ സിനിമയിൽ പാട്ട് ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ തലമുറകൾ മാറുന്നതാണ് ഏറ്റവും നല്ല കല, ഏത് തലമുറയ്ക്കും സ്വീകാര്യമാവുന്നത്. അപ്പോൾ അന്ന് പക്ഷേ ആ സിനിമ അങ്ങേക്ക് പ്രതീക്ഷിച്ചൊരു സന്തോഷം നൽകിയിട്ടില്ല, പക്ഷെ ഇപ്പോൾ കെട്ടിക്കാണും. അപ്പോൾ ഈ പല ജോണറിലും ഏത് ജോണറിനോടായിരുന്നു കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നതും ഈ ദേവദൂതൻ പർട്ടിക്കുലർ അങ്ങേക്ക് അന്നുണ്ടായിരുന്ന വിഷമം പൂർണ്ണമായിട്ട് ഇപ്പോൾ മാറിയോ? ഇല്ല, എനിക്കൊരു പർട്ടിക്കുലർ ജോണറിലുള്ള സിനിമ ചെയ്യാമെന്നുള്ള തീരുമാനമൊന്നുമില്ല. എൻ്റെ മുമ്പിൽ എത്തുന്ന, എന്നെ പ്രകോപിപ്പിക്കുന്ന സിനിമയോ കഥയോ അല്ല ഒരു കഥ എൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ അതെനിക്കൊരു ചെയ്യണമെന്ന് എന്നെ ഇൻസ്പയർ ചെയ്യുന്നൊരു സിനിമയാണ് ഞാൻ ചെയ്യാറുള്ളത്. അത് എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല, ഒരുപാട് തവണ തെറ്റിപ്പോയിട്ടുണ്ട്. പക്ഷേ ഈ പർട്ടിക്കുലർ ജോണർ എന്ന് പറയുന്ന ഒരു ചിന്ത ഒരിക്കലും ഇല്ല എൻ്റെ മുമ്പിലേക്ക്. ഞാനിപ്പോൾ ആദ്യം ചെയ്ത സിനിമ മുത്താരംഗം എന്ന് പറയുന്നത് ഒരു വില്ലേജ് സറ്റാറാണ്. പിന്നീട് ഈ ഓഗസ്റ്റ് ഒന്ന് പോലെയുള്ള വളരെ ത്രില്ലറും ആക്ഷൻ മോഡിലുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഉസ്താദ് പോലെ. അപ്പോൾ എന്നെ എവിടെയും കൊണ്ട് കെട്ടാൻ പറ്റുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. എവിടെയാണ് ഇയാൾ? പക്ഷേ എൻ്റെ എന്താണ് സ്ട്രെങ്ത് എന്ന് പറയുന്ന ഇമോഷണൽ ഡ്രാമാസ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് പൊതുവെ പറയപ്പെടുന്നതെങ്കിൽ പോലും സമരൻ ബദ്രഹം അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ചെയ്യുമ്പോഴും അത് നന്നാകുമോ എന്നൊക്കെ ആ സന്ദേഹമുണ്ടായ ആൾക്കാരുണ്ട് ആ സമയത്ത്. പക്ഷെ അതും എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ ദേവദൂതൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അന്ന് 10-40 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ അത്
എന്താണ് കാലം കാത്തുവെച്ചത് ഈ ഒരു രൂപത്തിൽ ഈ 2024 ഉള്ള പ്രേക്ഷകർക്കായിട്ട്, അല്ലെങ്കിൽ അത് ആസ്വദിക്കാനുള്ള തലമുറയ്ക്കായിട്ട് അന്ന് ചിന്തിക്കാൻ ഇടയായ കാര്യങ്ങളാണ്. അപ്പോൾ തലമുറകൾക്ക് മുമ്പേ ഒരുപക്ഷെ 2000 ഇറങ്ങിയപ്പോൾ പൂർണ്ണമായിട്ടും തിരസ്കരിക്കപ്പെട്ടപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടമായിട്ട്, ദുരന്തമായിട്ട് എന്നെ ആവേശിച്ച ഒരു സന്ദർഭമായിരുന്നു അതെങ്കിൽ 24 വർഷങ്ങൾക്ക് ശേഷം ഒരു വലിയ ഒരു റീഇൻകാർണേഷൻ സംഭവിക്കുകയാണ് ആ സിനിമയ്ക്കും അതിൻ്റെ നിർമ്മാതാവിനും എനിക്കുമൊക്കെയും. അപ്പോൾ അത് അത്തരത്തിൽ ഒരുപാട് അത്ഭുതങ്ങളും കാലം കാത്തുവയ്ക്കാറുണ്ട്. ആ സിനിമയുടെ നമ്മൾ ആദ്യം ചിന്തിച്ച രൂപമല്ല അവസാന ഘട്ടത്തിൽ 2024 എത്തുമ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അതും ആ ജോണർ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ മറ്റ് പലതും ഹ്യൂമറായാലും ഞാൻ പിന്നെ ഇഷ്ടം പോലെയുള്ള സിനിമകളൊക്കെ ചെയ്തു. അത് നോർമലി വളരെ ഒരു കോമഡി ഒരു ജോണറിൽപ്പെട്ട സിനിമയാണ്. ഈ ഹൈലി ഇൻറ്റൻസ് ആയിട്ടുള്ള ആകാശദൂത് പോലുള്ള സിനിമകളും ചെയ്യാൻ അവസരമുണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നീട് എനിക്ക് സന്തോഷം തന്നൊരു കാര്യം, ഞാൻ ആദ്യകാലത്ത് പാട്ടുകൾ ചെയ്യാൻ എനിക്ക് താല്പര്യം കുറവായിരുന്നു. ആദ്യ സിനിമകളിലൊക്കെ ഞാൻ പാട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ലോജിക്ക് എനിക്കറിയില്ലായിരുന്നു. എന്തിനാണ് പാട്ട് സിനിമയിൽ? ഈ നമുക്ക് സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും പ്രണയം വരുമ്പോഴും ഒക്കെ നമ്മൾ പാടി നടക്കാറുണ്ടോ എന്നൊക്കെ പറയുന്നൊരു എനിക്ക് എന്നെ തന്നെ കൺവിൻസ് ചെയ്യാൻ കഴിയാത്ത ചില ലോജിക്കലായിട്ട് എനിക്ക് എന്നെ തന്നെ കൺവിൻസ് ചെയ്യാൻ കഴിയാത്ത സന്ദർഭങ്ങളിൽ ഞാൻ പാട്ട് ചിത്രീകരണത്തിൽ അത്ര താല്പര്യം കാണിക്കാതെ മാറി നിന്നിട്ടുണ്ട്. അതിനെന്നെ ആദ്യമായിട്ട് എനിക്ക് അതിനുള്ളൊരു ധൈര്യം കിട്ടിയത് ഒന്ന് കണ്ണീർ പൂവിൻ്റെ പാട്ട് ചിത്രീകരിക്കേണ്ടി വന്നപ്പോഴാണ്. അത് ആ കഥയുടെ ഭാഗമാണ്. കണ്ണീർ പൂവിൻ്റെ ആ പാട്ടില്ലാതെ ആ കഥ, ആ സിനിമയ്ക്ക് ഒരു വളർച്ച ഉണ്ടാവില്ല. ആ സിനിമയുടെ വളർച്ചയുടെ ഒരു ഘട്ടത്തിലൂടെ കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയുടെ ഒരു യാത്രയിലൂടെയൊക്കെ തന്നെയാണ് കിരീടത്തിലെ കണ്ണീർ പൂവിൻ്റെ പാട്ടിൻ്റെ ആ സന്ദർഭം അവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. തൊട്ട് പിന്നെ വന്ന ഹിസ്ഹാന അബ്ദുള്ള എന്ന് പറയുന്ന സിനിമയാണ് എനിക്ക് പൂർണ്ണമായിട്ടും സിനിമയിലെ പാട്ടുകൾ ചെയ്യാനുള്ള ധൈര്യം തന്നത്. കാരണം ആ സിനിമയിലെ പാട്ടുകളെല്ലാം കൃത്യമായിട്ടും ആ കഥയുടെ ഭാഗമായിട്ട് തന്നെ ആ പാട്ടുകളെല്ലാം കഥയോട് ചേർന്ന് നിന്ന് കഥ പറയാൻ ആവശ്യമായ സന്ദർഭങ്ങളിലൂടെ പോകുന്ന പാട്ടുകളായതുകൊണ്ട് എനിക്കത് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായി. പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ മ്യൂസിക്കൽ പാട്ടുകൾ, അതായത് ഭരതവും കമലദളവും ഒക്കെ ചെയ്യേണ്ടി വന്നപ്പോൾ അത് ആ ഒരു ആത്മവിശ്വാസത്തോടെ ചെയ്യുമ്പോൾ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. പിന്നീട് വിദ്യാസാഗറുമായിട്ടും ഒരുപാട് മ്യൂസിക്കൽ സംഗീതത്തിൽ പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്യാൻ കഴിയും. പ്രണയവർണ്ണങ്ങളായാലും സമരംഭത്തിലേയാലും ഈവൻ ദേവദൂതൻ വരെയും ഉള്ള പാട്ടുകളെല്ലാം അത് നമുക്ക് ആത്മവിശ്വാസം തരുന്ന ഒരു സന്ദർഭം. നമുക്ക് സന്ദേഹമുണ്ടായാൽ, നമുക്ക് സംശയമുണ്ടായാൽ അത് നന്നായി ചെയ്യാൻ കഴിയില്ല ആർക്കായാലും. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും നന്നായി ചെയ്യാൻ സാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സിനിമകളുടെ പാട്ടുകൾ, അതിൻ്റെ വിഷ്വൽസൊക്കെയും നല്ല രീതിയിൽ ആസ്വദിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം പലപ്പോഴും നമുക്ക് നമുക്ക് അസാധ്യമെന്ന് നമ്മൾ കരുതിയ പല കാര്യങ്ങളും സാധ്യമാകുന്ന ഒരുപാട് അനുഭവങ്ങൾ സിനിമയുടെ ഓരോ ഘട്ടങ്ങളിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 2026 ഈ എഴുതി വച്ചിരിക്കുന്ന പോലെ സ്റ്റിൽ നോട്ട് ഔട്ട് എന്ന് പറയാവുന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ പാട്ടുകളുടെ പ്രാധാന്യം അങ്ങേക്ക് ബോധ്യപ്പെടുത്തിയ ആ സാഹചര്യത്തിന് നമ്മൾ നന്ദി പറയുന്നു. കാരണം അതിൽ എത്രയോ പാട്ടുകളായിരുന്നല്ലേ നമുക്ക് നഷ്ടപ്പെട്ടു പോവുക. അതിൽ ഇങ്ങോട്ട് സാറിനോട് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. അതുകൊണ്ട് 41 സമയം ചോദ്യങ്ങൾക്ക്. കുറേ പേർ കൈവക്കുന്നുണ്ട്. ചോദ്യങ്ങൾ ചെറുതാക്കിയാൽ പെട്ടെന്ന് കൂടുതലാണ്. സാർ നമസ്കാരം. മണിച്ചിത്രത്തായി എന്ന സിനിമയും അങ്ങും തമ്മിലുള്ളൊരു ബന്ധം അറിയാൻ കൗതുകം. ഫാസിൽ സാറുമായിട്ടുള്ള സ്നേഹബന്ധത്തിൻ്റെ പേരിലായിരിക്കും അങ്ങത് ഇതായിട്ട് ബന്ധപ്പെട്ട സാറ് ഷൂട്ട് ചെയ്ത സീനുകളൊക്കെ ഏതാണെന്നൊക്കെ അറിഞ്ഞാൽ ഒരു താല്പര്യം. മണിച്ചിത്രത്താഴിൽ ഫാസിലിൻ്റെ കൂടെ മുമ്പ് ജോലി ചെയ്യുന്നവരെല്ലാവരും അതിൻ്റെ കൂടെ ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. പ്രിയൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തില്ലെങ്കിലും പ്രിയൻ അദ്ദേഹത്തെ ഒരു ഗുരുസ്ഥാനത്ത് കാണുന്ന ആളാണ്.
സിദ്ദിഖും ലാലും അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തവരാണ്. ഞാനും ഫാസിലിൻ്റെ കൂടെ മഞ്ഞിൽ പിരിഞ്ഞ പൂക്കളിലും എൻ്റെ മാമാട്ടിക്കുട്ടി അമ്മയിലും അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. പക്ഷേ അവരെല്ലാവരും പോയി, പ്രിയനും സത്യനും സിദ്ദിഖും ലാലുമൊക്കെ ആദ്യമേ പോയി അവരുടെ ഭാഗങ്ങളൊക്കെ ചെയ്തു വെച്ചിരുന്നു. ഞാൻ ആ സമയത്ത് ചെങ്കോൽ ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് ഫാസിൽ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെങ്കോൽ തീർന്നു കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് എനിക്ക് അവിടെ എത്താൻ കഴിഞ്ഞത്. അപ്പോൾ എനിക്കായിട്ട് കുറച്ച് ഭാഗങ്ങൾ അദ്ദേഹം മാറ്റി വെച്ചിരുന്നു ഞാൻ ചെയ്യാനായിട്ട്. ഞാൻ ചെയ്തത് പഴന്തമിഴ് പാട്ടിഴയും എന്ന് പറയുന്ന പാട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. പിന്നെ കുറച്ച് മോഹൻലാലും സുധീഷുമൊക്കെ ആയിട്ടുള്ള ചില കുറച്ച് രംഗങ്ങൾ, വളരെ കുറച്ച് ഞാൻ ചെയ്തിട്ടുള്ളൂ. സാർ, എൻ്റെ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ പിരിഞ്ഞു പോയ ശ്രീനിവാസനുമായിട്ട് ആണ് താങ്കളുടെ ആദ്യത്തെ 3 സിനിമ 2 സിനിമ അദ്ദേഹമാണ് സ്ക്രിപ്റ്റ് ചെയ്തത്. പിന്നീട് അദ്ദേഹമായിട്ട് സാർ അസോസിയേറ്റ് ഞാൻ കണ്ടിട്ടില്ല. സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട്, ആക്ടറായിട്ട് അദ്ദേഹം ഉണ്ട്. അതെന്തുകൊണ്ട്? പിന്നെ രണ്ടാമത്തെ ചോദ്യം, എൻ്റെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ യേശുദാസാണ് സാറിൻ്റെ സിനിമയിൽ ഒരു കാലത്ത് റെഗുലർ കൊലാബറേറ്റ് പാട്ടുകളുടെ കാര്യത്തിൽ. പക്ഷേ ഞാൻ റീസെൻ്റ് ഒബ്സർവ് ചെയ്തത് ഹിസൈനസ് അബ്ദുള്ള മുതലാണ് ആ ഒരു കൊലാബറേഷൻ വളരെ റെഗുലറായിട്ട് വന്നത്. അതിന് മുമ്പ് ഇടയ്ക്ക് 1-2 പാട്ടായിരിക്കും. ഈ യേശുദാസിന് സിംഗറിനെ ചൂസ് ചെയ്യാൻ, റെഗുലറായിട്ട് കൊലാബറേറ്റ് ചെയ്യാൻ ഉള്ളൊരു ചോയ്സ് അത്ര ലേറ്റ് ആയത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ആദ്യത്തെ ചോദ്യത്തിനും പറയാം. ആദ്യത്തെ ചോദ്യം ശ്രീനിവാസൻ്റെയാണ്. ശ്രീനിവാസൻ ആണ് മുത്താരംകുന്ന് പിയോയുടെ തിരക്കഥ എഴുതുന്നത്. അപ്പോൾ മുത്താരംകുന്ന് പിയോ ചെന്നൈയിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ സത്യനന്ദിക്കാട് ആ പ്രിവ്യൂ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ട് അദ്ദേഹം വന്നു. അന്ന് ഞാൻ സത്യനുമായിട്ട് വലിയ അടുപ്പവും പരിചയവും ഉണ്ടായിരുന്നില്ല. സത്യൻ ആ സിനിമയിലെ നായികയായിരുന്ന ലിസിയെ വഴി പ്രിവ്യൂ ഇടുന്നെങ്കിൽ എനിക്ക് എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം വന്നത് കണ്ടത്. കണ്ടു കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങിയപ്പോഴാണ് സത്യൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, ശ്രീനിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ചെയ്തത് ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാവുന്ന സിനിമയാണ്. അതും ശ്രീനിയും ലാലുമായിട്ട് ചേർന്ന സിനിമയാണ്. ആ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാനതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനായിട്ട് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഞാൻ താമസിക്കുന്ന അതേ ഹോട്ടലിൽ സത്യനും ശ്രീനിയും കൂടെ പുതിയ സിനിമകൾ തിരക്കാതെ തുടങ്ങി. അതാണ് ടി പി ബാലഗോപാലനമ്മ. അപ്പോൾ പിന്നീട് സംഭവിക്കാതെ പോയത് ശ്രീനിയെ സത്യൻ അടിച്ചുകൊണ്ട് പോയതാണ്. പക്ഷേ നമുക്ക് ഒരുപാട് രസകരമായ തമാശയുള്ള സിനിമകൾ തരാൻ ആ ടീമിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഞാൻ ചെയ്താൽ അത്ര നന്നാകാത്ത ഒരുപാട് സിനിമകൾ നമുക്കറിയാം. സന്ദേശം പോലെയൊക്കെയുള്ള എത്ര ഗംഭീര സിനിമകൾ അവർ ഒരുമിച്ച് ചെയ്തു. ദാസേട്ടൻ്റെ കാര്യത്തിലെ ഈ പാട്ടിന് ആര് പാട്ട് പാടണമെന്നൊക്കെ തീരുമാനിക്കുന്നത് മ്യൂസിക് ഡയറക്ടേഴ്സാണ്. ഞാൻ അതിനകത്ത് ഇടപെടാറില്ല. കാരണം അവർക്കൊരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ആ പാട്ട് ഇന്ന ഒരു സിംഗറാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവരുടെ മനസ്സിലുണ്ടാവുമല്ലോ. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ എനിക്കൊരു സിനിമ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇത് ആര് ചെയ്യണമെന്നുള്ളത് എൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു അതെൻ്റെ ഒരു തീരുമാനമാണല്ലോ. അതുപോലെ അവരൊരു പാട്ട് ചെയ്യുമ്പോൾ ഈ പാട്ടിന് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ആലാപനം ആരിൽ നിന്നാണ് കിട്ടുക എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അവരാണ്. പക്ഷേ ദാസേട്ടനുമായിട്ട് രവീന്ദ്രൻ മാഷൻ ദാസേട്ടനുമായിട്ടുള്ള വലിയൊരു ഹൃദയബന്ധമുണ്ട്. കാരണം രവീന്ദ്ര മാഷ ചെന്നൈയിലേക്ക് കൊണ്ടുവന്നതും അദ്ദേഹത്തിന് അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിച്ചതൊക്കെ ദാസേട്ടനാണ്. എനിക്കിപ്പോഴും ഓർമ്മയുള്ളത്, ദാസേട്ടൻ ആദ്യമായിട്ട് എനിക്ക് വേണ്ടി ഞാൻ ലൈവായിട്ട് കാണുന്നത് അദ്ദേഹത്തിൻ്റെ 50ാം പിറന്നാൾ ദിവസം അദ്ദേഹം പ്രമദവനം പാടുമ്പോഴാണ്. ഒരു കംഫർട്ടായിട്ടുള്ളൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് എപ്പോഴും നല്ലൊരു ഔട്ട്പുട്ട് വരുന്നത്. അത് സാറിൻ്റെ ആ സിനിമകളിലൊക്കെ തന്നെയും അതങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഈ പുതിയൊരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സാറ് ചെയ്തിട്ടുള്ളത് ആസിഫിൻ്റെ കൂടെയാണ്. അപ്പോൾ പുതിയ കാലഘട്ടത്തിലെ നടന്മാരിൽ ആസിഫാണോ സാർക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള നടൻ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. 2, പുതിയ സിനിമകളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഉള്ള നായകന്മാരൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇയാളെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു നല്ല സബ്ജക്റ്റ് വരികയാണ്, ഇയാളെ വെച്ച് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു നായകൻ ഉണ്ടോ? ഈ 2 കാര്യങ്ങളാണ് അറിയേണ്ടത്. ആസിഫ് അലിയുമായിട്ട് സിനിമ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ 2ാമത്തെ സിനിമയാണ് അപൂർവരാഗം, ഞാൻ ചെയ്ത സിനിമ. അപ്പോൾ അത് ശ്യാമപ്രസാദിൻ്റെ ഋതു എന്ന സിനിമ കണ്ടപ്പോൾ ഞാൻ ഈ കഥയുമായിട്ട് ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഒരു പുതിയ ആൾക്കാരെ വെച്ച് തന്നെ ചെയ്യണം, അത്ര നോൺ ആർട്ടിസ്റ്റുകൾ വേണ്ട. കാരണം ആ കഥാപാത്രങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട്. ആ സിനിമയിൽ കണ്ടവർക്കറിയാം, അതിനകത്ത് പ്രഡിക്റ്റബിൾ അല്ല ഈ ക്യാരക്ടേഴ്സൊന്നും. അതുകൊണ്ട് തന്നെ മുൻപരിചയമുള്ള ആക്ടേഴ്സ് വേണ്ട എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ശ്യാമിൻ്റെ ഈ ഋതുവിൻ്റെ ഒരു പ്രിവ്യൂവിന് എന്നെ വിളിക്കുന്നത്.
അപ്പോൾ ഞാൻ കണ്ടപ്പോഴാണ് എനിക്ക് ആസിഫിലേക്ക് ഞാൻ എത്തുന്നത്. പിന്നെ അതിനകത്ത് തന്നെ അഭിനയിച്ച മറ്റേ വിനയ് ഫോർട്ടിൻ്റെ ക്യാരക്ടറാണ് ഏറ്റവും വലിയ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടർ അത്. അപ്പോൾ അയാളിലേക്കും എത്താൻ കഴിഞ്ഞത്. ആ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ആസിഫിൻ്റെ ഒരു ടാലൻറ്റിനെ കുറിച്ചുള്ളൊരു ഞാൻ തന്നെ നേരിട്ട് മനസ്സിലാക്കുന്നത്. ചെയ്തു വരുമ്പോൾ എനിക്ക് തോന്നി ഇയാളൊരു വല്ലാത്ത പൊട്ടൻഷ്യൽ ആക്ടറാണ്, ഭാവിയിൽ ഇയാൾക്ക് ഇവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണെന്ന് തോന്നിയത്. അത് പിന്നീട് സംഭവിച്ചു, നമ്മൾ കണ്ടു. ഇപ്പോൾ കിഷ്കിന്ദ ഗാന്ധിയിൽ കഴിഞ്ഞ ദിവസം ഇവിടെ നിശാഗന്ധിയിൽ ഇവിടെ വെച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് അവാർഡ് മേടിക്കുന്നവരെ അദ്ദേഹം എത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും പുതിയ തലമുറയിലെ ടാലൻ്റഡായിട്ടുള്ള ഒരു ആക്ടേഴ്സിൽ നമുക്ക് ആസിഫിനെ തന്നെ ചേർത്ത് വെക്കാവുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, നമുക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നിക്കുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് എൻ്റെ മനസ്സിൽ എനിക്ക് മോഹൻലാലിനെയൊക്കെ വെച്ച് ചെയ്ത സിനിമകളുടെ പൊട്ടൻഷ്യൽ എനിക്ക് വീണ്ടും കിട്ടാവുന്ന ഒരു ആക്ടർ എന്ന നിലയിൽ എൻ്റെ മനസ്സിലുള്ളത് ഫഹദ് ഫാസിലാണ്. നമസ്കാരം സാർ. സാർ, എല്ലാവരും സംസാരിക്കുന്നത് കിരീടം, സദയം, ഹിസൈൻ സബ്ദുള്ള. പക്ഷേ ഞാൻ അങ്ങയുടെ ഫിലിമോഗ്രാഫി നോക്കുമ്പോൾ അതിൽ ജലോത്സവം മുതൽ കിസാൻ, അമൃതം, ആയിരത്തിലൊരുവൻ, ഉന്നം, കൊത്ത്, സൈഗാൾ പാടുകയാണ്. ഈ കാലഘട്ടത്തിൽ പഴയ ഒരു സിബിൽ മലൈ സാറിനെ നഷ്ടപ്പെട്ടോ എന്നൊരു ആശങ്ക ഉണ്ട്. ജലോത്സവം മുതൽ എന്താണ് സംഭവിച്ചത് സാർ? ഒരു മാറ്റം. ഇതിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. മികച്ച എഴുത്തുകാരുള്ളപ്പോഴേ ഞാനുള്ളൂ. നല്ല എഴുത്തുകാരുടെ സൃഷ്ടികൾ എൻ്റെ കയ്യിൽ കിട്ടിയാൽ നന്നായി ചെയ്യാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഇനിയും അത് സംഭവിക്കും. ഈ പറഞ്ഞ ലിസ്റ്റിൽ കൊത്ത് മാത്രം നിങ്ങൾ മാറ്റി നിർത്തിക്കോളൂ. അത് നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു എഴുത്തുകാരൻ ആ കൊത്തിലൂടെ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ലോഹിതദാസിന് ശേഷം എനിക്ക് ഏറ്റവും കോൺഫിഡൻ്റായിട്ട് എഴുതാൻ ഏൽപ്പിക്കാൻ കഴിയുന്ന ആളാണ് ഹേമന്ത് കുമാർ എന്ന് പറയുന്ന റൈറ്റർ. വളരെ പൊട്ടൻഷ്യലുള്ള റൈറ്ററാണ്. ഞങ്ങൾ ഒരുമിച്ച് ഇനിയും സിനിമകൾ ചെയ്യുന്ന ആലോചനകൾ, എഴുത്തുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം സാർ. സാർ ഇവിടെ സാർ, ആദ്യം ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ സാറിൻ്റെ മൈൻഡിൽ ഏത് ആക്ടർ ആയിരിക്കണം, അതിൽ അഭിനയിക്കണം എന്നുള്ളൊരു ഡിസിഷൻ നേരത്തെ എടുക്കാറുണ്ടോ? ഇല്ല, വായിച്ച ശേഷമാണ്. ഈ മുൻകാലങ്ങളിലൊക്കെ സിനിമ വരുന്ന രീതി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ആക്ടറുടെ ഡേറ്റും കൊണ്ടാണ് അടുത്ത് വരാറുള്ളത്. ഇപ്പം മമ്മൂട്ടിയുടെ ഡേറ്റ് ഉണ്ട്, മോഹൻലാലിൻ്റെ ഡേറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് അന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള കഥകൾ നമ്മൾ ആലോചിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം നമ്മൾ വളരെ കുറച്ചും കൂടെ ഒരു തുറന്ന സമീപനമാണ്. നമ്മുടെ കഥ എഴുതി വരുമ്പോൾ ഇത് ഇന്ന ആക്ടറിലേക്ക് എത്തിച്ചേരാമെന്ന് തോന്നുന്ന രീതിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ ഇതെല്ലാം എത്തിച്ചേർന്ന മോഹൻലാലിലേക്കായിരിക്കും എന്നുള്ളതാണ്. കാരണം എന്തും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് ഫസ്റ്റ് ചോയ്സായിട്ട് എപ്പോഴും അങ്ങനെ വരാറുണ്ട് എന്നുള്ളതാണ്. സാർ നമസ്കാരം. സാർ ഇവിടെ സാർ, സംവിധായകനും കഥാകൃത്തും രണ്ടുപേരും ആണല്ലോ നമ്മൾ സിനിമയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ആദ്യത്തെ തുടക്ക സമയത്ത് ഒരു പ്രാതിനിധ്യം നൽകി വരുന്നത്. അപ്പോൾ ആ സമയത്ത് കഥ എഴുതുന്ന കഥാകൃത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ, എൻ്റെ സിനിമ ഇങ്ങനെ ആയിരിക്കണം, അയാളുടെ ഒരു വിഷ്വലൈസേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ശരിക്കും സിനിമ പൂർത്തിയാകുമ്പോൾ അല്ലെങ്കിൽ സിനിമയ്ക്ക് ഇടയ്ക്ക് വെച്ച് ഓരോ ഷോട്ട് നമ്മൾ കംപ്ലീറ്റ് പോകുമ്പോൾ അതേ കാഴ്ചപ്പാട് സംവിധായകന് ആ ഒരു കംപ്ലീറ്റ്നെസ്സിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ, അതോ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും തർക്കങ്ങളോ അല്ലെങ്കിൽ ഒന്ന് മാറ്റി ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ അത് അത്ര ശരിയായില്ല എന്നുള്ള തോന്നലൊക്കെ ഇടയ്ക്ക് വരാറുള്ള സാധ്യത ഉണ്ടോ? അതിനെപ്പറ്റി അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അങ്ങനെ കാര്യമായ സംഭവിച്ചില്ല. ഒരിക്കലും ഒരു പ്രധാനപ്പെട്ടമായ ഒരു കോൺഫ്ലിക്റ്റ് എനിക്കും ലോഹിതദാസിനും ഇടയിൽ ഉണ്ടായിരുന്നത്, ലോഹിതദാസിൻ്റെ ഒരു പരാതി എന്നെക്കുറിച്ചുണ്ടായിരുന്നത് ഞാൻ ഒരുപാട് ക്ലോസപ്പുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കും എൻ്റെ സിനിമകൾ ഇനി ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ഒരുപാട് ക്ലോസപ്പുകൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് സിനിമയ്ക്ക് മാത്രമുള്ളൊരു സ്വാതന്ത്ര്യമാണത്. ഞാൻ ലോഹിയെടുത്ത് അപ്പോൾ ചോദിച്ചു, ലോഹി എഴുതുമ്പോൾ എന്താണ് കാണുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ലോഹി പറഞ്ഞു, എനിക്ക് എല്ലാം കാണാം, എല്ലാവരെയും കാണാം, അവർ ചവിട്ടി നിൽക്കുന്ന മണ്ണും എനിക്ക് കാണാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അത് ലോഹി എഴുതുമ്പോൾ
ഒരു സ്റ്റേജിലാണ് ലോഹി കഥാപാത്രങ്ങളെ കാണുന്നത്. ഒരു നാടകത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് തന്നെ എഴുതുമ്പോൾ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിലാണ് അദ്ദേഹം എഴുതി തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരെയും കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ സിനിമയ്ക്ക് മാത്രമേ നമുക്ക് പ്രേക്ഷകൻ ഇന്നത് കണ്ടാൽ മതി എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ ചുമന്ന മഷിയിൽ അടിവര ഇടുന്ന പോലെ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ഇപ്പോൾ നിങ്ങൾ കാണേണ്ടത് ഇതാണ് എനിക്കിപ്പോൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതെന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് ഒരു ക്ലോസപ്പിലേക്ക് നമ്മൾ പലപ്പോഴും പോകാറുള്ളത്. ഇതിനാണ് ഇവിടെ പ്രാധാന്യം. അതിൽ ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മറ്റൊന്നിലേക്ക് പോകേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മളൊരു ട്രാക്ക് ഷോട്ട് ഇട്ട് ഒരു വൈഡ് ഷോട്ടിൽ നിന്ന് എല്ലാവരിൽ നിന്നും ഒരാളിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഷ്വലിലേക്ക് എത്തുന്നത് പ്രേക്ഷകർ അവിടേക്കാണ് ശ്രദ്ധ പോകേണ്ടത്. എനിക്ക് നിങ്ങളോട് ഇതാണ് ഇപ്പോൾ പറയാനുള്ളത്, നിങ്ങൾ ഇതാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്ന അത് സിനിമയുടെ കിട്ടുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണ്. അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അത് പിന്നീട് മനസ്സിലാക്കുകയും ചെയ്തു. ഒരിക്കലും ഞാൻ ചെന്നൈയിൽ പ്രസാദ് ലാബുണ്ട്. പ്രസാദ് ലാബ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് മദ്രാസിലെ ഏറ്റവും കൂടുതൽ സിനിമകൾ എല്ലാ ഭാഷയിലെയും, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങിയ എല്ലാ ഭാഷകളിലെയും സിനിമകൾ ഏറ്റവും കൂടുതൽ പ്രോസസ്സ് ചെയ്യപ്പെടുന്ന സ്റ്റുഡിയോയാണ് പ്രസാദ് സ്റ്റുഡിയോ. അതിൻ്റെ ഓണറാണ് LV പ്രസാദ് എന്ന് പറയുന്ന ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ രമേശ് പ്രസാദ് ഉണ്ട്. അവിടെ വരുന്ന എല്ലാ സിനിമകളും അദ്ദേഹം കാണാറുണ്ട്. ഒരിക്കൽ ഞാൻ അവിടെ നിൽക്കുമ്പോൾ വേറൊരാൾ അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഇത് ഇന്നയാളാണ്. എൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, ഐ വാസ് വെയിറ്റിംഗ് ടു സീ യു, ഐ വാസ് വെയിറ്റിംഗ് ടു മീറ്റ് യു. ഞാൻ എന്താ സാറിന് ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ പടങ്ങളെല്ലാം കാണുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചോദിക്കും, ഇതാരാണ് ഈ ഡയറക്ടർ എന്ന് ചോദിക്കുമായിരുന്നു. ഞാൻ അതെന്താ സാറിന് ചോദിച്ചു. യു ആർ ദ ഓൺലി ഡയറക്ടർ ഹു യൂസസ് ക്ലോസപ്പ് സോ പെർഫെക്റ്റ്ലി. ക്ലോസപ്പുകൾ ഇത്രയും മനോഹരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡയറക്ടർ ആരാണെന്ന് ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു. അപ്പോൾ ആ രീതിയിൽ അതിനെ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ലോഹിയെ സംബന്ധിച്ചോളം ലോഹിയുടെ ഒരു പ്രശ്നമുണ്ടായിരുന്നത്, ലോഹി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഒന്നിച്ച് കണ്ടുകൊണ്ട് എഴുതുമ്പോൾ അങ്ങനെയാണല്ലോ. നാടകങ്ങളിലൊക്കെ പണ്ടത്തെ കാലത്ത് ഷുഗർ മൈക്കിലേക്ക് വന്നിട്ട് ഡയലോഗ് പറയേണ്ട ഒരു അവസ്ഥയുണ്ട്. ഒരു ആക്ടർ ഒരു പ്രാധാന്യമുള്ള ഡയലോഗുകൾ പെട്ടെന്ന് ക്യാരക്ടർ നടന്നു വന്ന് ഷുഗർ മൈക്കിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരു രീതിയുണ്ട്. അപ്പം അത്തരം ഒരു രീതി പിന്തുടർന്ന് പോകുന്നതുകൊണ്ട് തോന്നിയാണ്. പക്ഷേ ലോകി പിന്നീട് തിരിച്ചറിയുകയും അദ്ദേഹത്തിൻ്റെ ആ സന്ദേഹം മാറുകയും ചെയ്തിരുന്നു. മലയാളികളുടെ മനസ്സ് നിറച്ച കുറേ നല്ല സിനിമകൾ സമ്മാനിച്ച സംവിധായകൻ, ആ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ അത് വളരെ ഇരട്ടി മധുരം പോലെ ഫീൽ ചെയ്തു. ഒരുപാട് നന്ദി സർ.